പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മുടെ പ്രതിദിന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. മഴയുടെ ഒഴിവ് നോക്കിയിട്ട് ഞങ്ങൾ മുറ്റത്ത് വന്നിരിക്കുകയാണ്. നല്ല മഴയാണ്. ഗിരിപ്രസാദ്, സരിതേ അജുവേ, നിങ്ങളെയും നിങ്ങളുടെ വീടുമാണ് എനിക്ക് കാണാൻ സന്തോഷം. എന്നാൽ നിങ്ങൾ മാത്രം ചെയ്യുന്ന യാത്രാ വീഡിയോകളും ഇഷ്ടമാണ്. ഇന്ന് എൻ്റെ തിരുവനന്തപുരംകാരനെ കണ്ടു, ഞാനൊന്ന് ഭയന്നു. ഇതേത് വീഡിയോ എന്നറിയൂ? ഞാനൊന്ന് ഭയന്നു. കാരണം എന്താന്ന് ചോദിക്കി? ഞാൻ തന്നെ പറയാം. തിരുവനന്തപുരംകാരെങ്ങാനും ഓ സുഖം തന്നെ, പൈലികളെല്ലാം ബോഞ്ചി വെള്ളങ്ങളും കുടിച്ച് മുടുക്കി കൂടി വരണത് കണ്ട് എന്നെങ്ങാനും സുരാജിന്റെ ഭാഷയിൽ പറയുന്നു പേടിച്ചു. പക്ഷെ അയാൾ തിരുവനന്തപുരം ഭാഷയെ കാത്തു. ബോഞ്ചി വെള്ളം, ബോഞ്ചി വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുട്ടാ, മറ്റേ സ്ക്വാഷ് കലക്കിയ വെള്ളത്തിനെ പറഞ്ഞാന്ന് തോന്നുന്നുണ്ട് ബോഞ്ചി വെള്ളം. തിരുവനന്തപുരം ഭാഷ കേൾക്കണവരെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് എനിക്ക് ആദ്യം തൃശ്ശൂർ ഭാഷ ഭയങ്കര പൊട്ടയായിട്ടാ തോന്നി തുടങ്ങി. കാരണം എല്ലായിടത്തും പോയിട്ട് നമ്മള് തൃശ്ശൂർ പുറത്ത് പോയിട്ട് സംസാരിക്കും, ആളുകൾ നമ്മുടെ സംസാരിക്കുമ്പോൾ ചിരിച്ചടങ്ങും, അയ്യേ എന്തൊക്കെയാ പറയണേന്ന് പറഞ്ഞിട്ട്. അപ്പൊ എനിക്ക് പിന്നെ നമ്മള് ചിലപ്പോൾ വാർത്താ ചാനലിലൊക്കെ തൃശ്ശൂരത്തെ എന്തിട്ടെങ്കിലൊക്കെ കാണിക്കുമ്പോൾ അവിടുത്തെ നാട്ടുകാരുടെ ഒപ്പീനിയനൊക്കെ എടുക്കാൻ ഈ ക്യാമറ ഇത് കൊണ്ടുവരുമ്പോൾ അപ്പം നമുക്കതങ്ങോട്ട് കാണുമ്പോളേ അയ്യേ എന്തൊരു പൊട്ട വർത്താനാലും ഇവിടെ അങ്ങനെ തോന്നി നടന്നു പണ്ട്. ഇപ്പൊ ഒന്നും തോന്നുന്നൊന്നുമില്ല. എനിക്ക് പണ്ടും തോന്നി നടന്നിട്ടില്ല, ഇപ്പോഴും തോന്നി നടന്നിട്ടില്ല. പണ്ട് ജഗതീര മറ്റേ ഒരു സിനിമയില് ഒരു പാട്ടൊക്കെ ആയിട്ടുള്ളത്, ആനേനെ വാങ്ങാൻ പോയി, പണ്ടൊരു ആനേനെ വാങ്ങാൻ പോയി. ഈ മറ്റേ നമ്മുടെ ഈ മാമാട്ടിക്കുട്ടിയമ്മ കുഞ്ഞിയൊക്കെ കിടാവായിക്കുമ്പോഴൊരു പാട്ട്. അപ്പോൾ തൃശ്ശൂർ, അപ്പോൾ ജഗദീപ് തൃശ്ശൂരുകാരൻ ലോനപ്പൻ ചേട്ടൻ എന്തുരണ്ട ശവി, നീ ആനനെ കണ്ടിട്ടുണ്ടോ ശവി എന്ന് പറയും ആ ഡയലോഗില്. ആ പാട്ടിലുണ്ട്. പാട്ട് കേൾക്കണം. അപ്പോൾ അത് മറ്റുള്ളവരുടെ സംഭാഷണത്തിൽ നിന്ന് ഒരു വേറിട്ട സംഭാഷണമാണ്, വർത്താനാണ്. ഇതുവരെ അവർ കേൾക്കാത്ത രീതിയാണ് തൃശ്ശൂർക്കാരെ കേൾക്കുന്നത് പണ്ട്. ഇപ്പോഴും നല്ല 1980-ലൊക്കെയുള്ള 82-ലൊക്കെയുള്ള പാട്ടുകളിലൊക്കെ കാണാം. പാട്ടുകളിലല്ല, വർത്താനത്തിൽ കാണും. അപ്പൊ തിരുവനന്തപുരം ഞാൻ പറഞ്ഞു വന്നിട്ടാന്ന് വെച്ചാൽ തിരുവനന്തപുരം ഭാഷ കേട്ടപ്പോഴാണ് എനിക്ക് തോന്നി ഇതിലും ഭേദം തൃശ്ശൂർ ഭാഷയെന്ന് തോന്നി. പിന്നെ കാസർഗോഡ് ഭാഷയൊക്കെ പഠിത്ത് കേൾക്കുമ്പോഴാണ് തുട്ടിക്കല്ല ഒന്നും മനസ്സിലാവണില്ലേ, മലയാളം തന്നെയാണോ ഇത് അങ്ങനെ വിചാരിക്കും. ചിലവരൊക്കെ വ്ളോഗ് ചെയ്യുന്നുണ്ട്, റെസിപ്പികളൊക്കെ ഒന്നും മനസ്സിലാവില്ല. പിന്നെ മറ്റേ നമ്മൾ ഇന്നാളൊരു സിനിമ ഉണ്ടല്ലേ ബ്രോമാൻസ്, അതില് മറ്റേ മഹിമ നമ്പ്യാര് പറയണില്ലേ ദേഷ്യം വരുമ്പോ അവള് കാസർഗോഡ് ഭാഷയില്ല പറയണേ, ഒന്നും മനസ്സിലാവണില്ലേ. അത് തന്നെ. അതുപോലെ രോമാഞ്ചത്തിലത്തെ 4 പേരല്ല അവര് 4 പേര് 5 പേര്, അതിലത്തെ ഒരാള് ഒരു ചെക്കനില്ലേ, അവൻ ആ ചെക്കൻ കാസർഗോഡ് ഭാഷയെ പറയണേ, മനസ്സിലാവില്ലേ. നീലേശ്വരം മറ്റേ ഈ വിനീതും കാവ്യമാധനൊക്കെ അവിടെ എന്നിട്ട് തീവണ്ടി കുത്താമെന്നൊക്കെ പറഞ്ഞിട്ട് കുത്താമെന്ന് കണ്ണൂര് തലശ്ശേരി ഒക്കെ അവരങ്ങനെ തന്നെ പറയാൻ തോന്നുന്നു. എല്ലാവർക്കും അവരുടേതായ ഭാഷ വളരെ വിലപ്പെട്ടതാണ്. ഭാഷനെ കുറച്ച് കാണുന്നത് പറയണ്ട. അതെ. അപ്പൊ ആള് മറ്റേ ഫുഡ് കഴിക്കാൻ വന്നപ്പോ അധികം വർത്താനം പറഞ്ഞില്ലേ ആള്, പിന്നെ നോർമൽ അങ്ങനെ സംസാരിച്ച സമയം പോയി കുറെ. ആൽവിൻ, ഈ കമന്റ് നാളെ വായിക്കണേ. വായിച്ചു. അജു പുറത്ത് അത്ര പരിചയമില്ലാത്തവരുടെ വീടുകളിലോ മറ്റോ പോയി ചെയ്യുന്ന വീഡിയോകളിൽ നാണിച്ച് നിശബ്ദനായി ഉൾവലിഞ്ഞു നിൽക്കുന്നുണ്ട്. വീട്ടിലെ വീഡിയോകളിൽ കാണുന്ന ഊർജ്ജസ്വലതയും പ്രസരിപ്പും ഇല്ല. ഒരു പൊടിക്ക് ഇൻട്രോവേർട്ട് ആണല്ലേ? ഒരു പൊടിക്കല്ല, നല്ലോണം ഇൻട്രോവേർട്ട് ആയിരുന്നു ഭയങ്കരമായിട്ട്. പിന്നെ നാടകം പഠിക്കാൻ പോയതിനു ശേഷമാണ് ചേട്ടന് ഇത്രയും മാറ്റം വന്നത്. ശരിക്കും ഇൻട്രോവേർട്ടായിട്ടുള്ള ആളുകൾ നാടകം പഠിക്കാൻ കൊണ്ടാക്കണം. അപ്പോൾ അവർ ഒരു സദസ്സിന് മുന്നിലൊക്കെ നാടകം അവതരിപ്പിക്കാന്ന് പറഞ്ഞാൽ അതിനുള്ളൊരു ഗഡ്സൊക്കെ നമുക്കിങ്ങനെ ഉണ്ടായി വരും തന്നെ. അപ്പം നമുക്ക് ആളുകളോട് സംസാരിക്കാനൊക്കെ പറ്റും. ചിലർക്ക് ഇങ്ങനെ ഒരാളുടെ മുഖത്ത് നോക്കി സംസാരിക്കാനൊന്നും പറ്റില്ല. ഞാൻ എപ്പോഴും ആളുകളോട് സംസാരിക്കുമ്പോൾ അവരുടെ മുഖത്ത് മാത്രം നോക്കാം. ചിലർക്ക് ചില സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ നോട്ടം നമ്മളിങ്ങനെ നോക്കിയാൽ നിൽക്കുമ്പോൾ അവരങ്കിടുകളൊക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ സംസാരിക്കും, മുഖത്ത് നോക്കാണ്ട്. അതായത് ഞങ്ങൾക്ക് നാടൻ പഠിക്കാൻ പോയപ്പോഴേ ഫസ്റ്റ് ദിവസത്തെ ക്ലാസ്സിലുണ്ടായിരുന്നു. അപ്പം ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞിട്ട് ഒരാൾ ഓപ്പോസിറ്റ് ആയിട്ട് നിർത്തിയിട്ടാണ് വർത്താനം പറയുക. അപ്പോൾ കണ്ണിലേക്ക് മാത്രം നോക്കിയിട്ട് സംസാരിക്കാൻ പറയാ അയാളെ. അങ്ങനെയാണ് ക്ലാസ് എടുത്ത് തുടങ്ങിയത്. കണ്ണിലേക്ക് നോക്കിയിട്ടേ വർത്താനം പറയാൻ പാടുള്ളൂ. സരിതയോട് വർത്താനം പറഞ്ഞ സരിതയുടെ കണ്ണിലേക്ക് നോക്കിയിട്ട് വർത്താനം പറഞ്ഞു. ഞാൻ ചേട്ടൻ്റെ കണ്ണിലേക്ക് നോക്കും, അപ്പോൾ കാണാലൊന്നും. ഞാൻ ഇടയ്ക്ക് ചോദിക്കും ഇതെത്രയാന്നൊക്കെ ചോദിക്കും. കാരണം ചേട്ടൻ്റെ കണ്ണിങ്ങനെ അടഞ്ഞിട്ടിരിക്കുക.
പിന്നെ കാണുന്നുണ്ടാന്നൊക്കെ ചോദിക്കും ഞാൻ. പിന്നെ നമ്മള് പുറത്തേക്ക് ഇത് ചെയ്യുമ്പോ അല്ലി ചേച്ചിയുടെ അവിടെ ഫുഡ് ചെയ്യാൻ പോണു. അപ്പൊ എനിക്ക് അതിൽ കാര്യമില്ല. എനിക്ക് ഇവര് രണ്ടുപേരും നിന്നിട്ട് പാചകം ചെയ്യാനല്ല, മൂന്നാമത് ഒരാളും കൂടി അതിൽ നിന്നിട്ട് കലബലിയാവും. ഒരു കലബലിയോ ആവില്ല. ഇല്ല, അങ്ങോട്ട് വർത്താനം പറഞ്ഞിട്ട് ആകെ കൊളാവും. ഒരാൾ പ്രവർത്തിക്കുമ്പോ അത് ഇതിലേക്ക് ഒരാളെന്നെ വർത്താനം പറയാണ്ട്. ഇപ്പൊ നോക്കിയേ, നമ്മള് അങ്ങോട്ട് പോണതാവണമെന്നില്ല. ഇപ്പൊ ഇവിടെ ഇപ്പൊ കുമാരി ചേച്ചി വന്നു, അല്ലെങ്കിൽ തങ്കാൻറ്റി വന്നു, പുഷ്കലാൻറ്റി വന്നു, അല്ലെങ്കിൽ ഇപ്പൊ എൻ്റെ അമ്മ വന്നു. അപ്പൊ അങ്ങനെ ആരെങ്കിലും ഒക്കെ വന്നിട്ട് പാചകം ചെയ്യുകയാണെങ്കിലും അപ്പൊ ചേട്ടൻ പറയും ഇപ്പൊ തുന്തിര് വന്നു, അത് സരിതയും ഇവരും കൂടിയിട്ട് ചെയ്തോളൂട്ടാ, ഇവിടെ നിന്ന് മാറിക്കാണെന്ന് പറയും. പാചകം ചെയ്യുമ്പോ അധികം പേര് നിൽക്കുന്നത് നല്ലതല്ല, അത് ആളുകൾക്ക് ഇഷ്ടമല്ല. നമ്മുടെ ഇപ്പൊ വീഡിയോ തുടക്കം അല്ല ഒന്നുമില്ല, അതായതേ ഇപ്പൊ നമ്മളോട് ഇഷ്ടം കൊണ്ട് കാണുന്നവരാകുമ്പോ നമ്മൾ 3 പേരിനോട് കുഴപ്പമില്ല. പക്ഷെ പിന്നെ വേറെ പുറമെ വേറെ ആളുകൾക്ക് ശരിയില്ലേ, അപ്പോൾ കമന്റുകൾ വരും. ആ പാചകം ചെയ്യുന്ന ആളിന്ന് പറയാൻ അനുവദിക്കുമെന്ന് പറയും, സമ്മതിക്കുമെന്ന് പറയും. അവര് നമ്മളെ കാണില്ലേ, നിങ്ങൾ നമ്മളെ കാണുന്നത് നന്നായിട്ട് നമ്മുടെ എന്തിട്ടാ ഒരു തരം കുഞ്ഞീച്ചകള് അത് നമ്മുടെ കണ്ണിന്റെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ കിടന്ന് ഈ ഭൂഗോളം പോലെ ഇങ്ങനെ കിടന്നിട്ട് കളിക്കും. അതിനൊക്കെ ഒരർത്ഥമുണ്ട്, ഒരു പറക്കണേനൊക്കെ. അടുത്ത് വായിക്കട്ടെ. രാഗി സുഭാഷ്, നല്ല കട്ടൻ ചായയും ചിക്കൻ സ്റ്റൂവും ബ്രെഡും നല്ല കോമ്പിനേഷൻ ആയിരിക്കും. കൊതിയാവുന്നടോ, നല്ല ടേസ്റ്റ് ആട്ടത്. ഇനി നമുക്ക് ഉണ്ടാക്കണം ഇടയ്ക്ക് അല്ലേ. ചിക്കന് വരെ മട്ടനോ ബീഫോ എന്തിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. മട്ടൻ ബീഫൊക്കെ ആകുമ്പോൾ വേവിച്ചിട്ട് എനിക്ക് ചേർക്കണമെന്ന് മാത്രം. അടുത്തത് ആനന്ദലത, വിറകടുപ്പിൽ കുക്ക് ചെയ്യുന്നത് അല്ല പൊട്ട അവർ ഉദ്ദേശിച്ചത് അതിൻ്റെ പുകയായിരിക്കും. പണ്ടൊന്നും പുകയില്ലാത്ത അടുപ്പുകളില്ലല്ലോ, അതായിരിക്കും. പുക കൊണ്ട് ഞങ്ങളുടെ അമ്മയ്ക്കും ഇഫക്റ്റ് ആയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പേര് കമന്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. വിമല, താങ്ക്സ് അജൂസ് വേൾഡ്. രാവിലെ ഈ വീഡിയോ ഒരുപാട് സന്തോഷം തന്നു. ഒരു സിനിമ കണ്ട പ്രതീതി തോന്നി. നിങ്ങളുടെ സംസാരം എന്നെ കൂടുതൽ ആകർഷിച്ചു. തൃശ്ശൂർ ഭാഷ, മഴയത്ത് പറമ്പിൽ കൂടി വെള്ളത്തിൽ കൂടി എന്താ പറയുക. രാവിലെ കാപ്പി കഴിഞ്ഞു, വീഡിയോ കണ്ടു, ഇപ്പോൾ സമയം വൈകി, ഇനി അടുക്കളയിൽ കയറട്ടെ. സരിതേ, ഓൾ ദ ബെസ്റ്റ്. കുറേ പേരെ പണിതുകൾ നമ്മൾ ചിറ്റിക്കുന്നുണ്ടല്ലേ ഈ 9 മണിക്ക് ഇടണ കാരണം. എന്നാൽ കുറച്ച് കഴിഞ്ഞിട്ട് പണികളൊക്കെ കഴിഞ്ഞിട്ട് കണ്ടാൽ മതി എന്ന് വിചാരിക്കാനും പറ്റണില്ല അവർക്ക്. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് കാണണം അല്ലേ. സുമാപ്പു, മഴയായാൽ ഒന്നും നടക്കില്ല. ഇവിടെയും അങ്ങനെയാണ്. കാട്ടിൽ നിന്ന് വരിവെള്ളം വരും, അപ്പോൾ തൊടി മുഴുവൻ വെള്ളമാകും, കവുങ്ങ് വരെ മഞ്ഞളിക്കും. ഇനിയും 2 മാസം കഴിയണം പണി തുടങ്ങാൻ. കുറെ സ്ഥലത്തുണ്ട് അങ്ങനെ. KA ജോയ് കള്ളിക്കാടൻ, പറയുന്നത് വാങ്ങിച്ചു തന്നില്ലെങ്കിൽ ഞങ്ങളോട് പറയൂ, പിറ്റേ ദിവസം തന്നെ വാങ്ങിച്ചു തന്നിരിക്കും എന്ന് വിചാരിച്ച് എന്നും പൊറോട്ടയും പിസ്സയൊന്നും കിട്ടുമെന്ന് വിചാരിക്കണ്ട കേട്ടാ. ചേട്ടനോട് കൊട വാങ്ങിച്ചു തന്നില്ല എന്ന് പറഞ്ഞില്ലേ. കൊട വാങ്ങിച്ചത് കഴിഞ്ഞ അല്ല പറഞ്ഞോ. പിന്നെ അല്ല രാജ്യം പറഞ്ഞിട്ടേ യൂട്യൂബിൽ നിന്ന് അല്ല ഇത് പണിയെടുത്തിട്ട് ശരി വായിക്കും പറയാം. അപ്പോൾ ചേട്ടൻ്റെ അടുത്ത് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കേണ്ട കാര്യം പറഞ്ഞ് അത് ഇത് ആദ്യത്തെ സംഭവം ഒന്നല്ല, അങ്ങനെ കുറേ ആയി. അത് എനിക്ക് ചില സമയത്ത് വിഷമം തോന്നണമെന്ന് വെച്ചാൽ അത്യാവശ്യമുള്ള സാധനവും ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടത്. കഞ്ഞി കുടിക്കാനായിട്ട് കിണ്ണം വേണം. ചേട്ടനാണ് കഞ്ഞി കുടിയുടെ ആളാണ്, ജഗ്ഗും കഞ്ഞി കുടിക്കുന്ന ആളാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഉണ്ടായിരുന്ന കിണ്ണം സ്വർണ്ണപ്പണിക്ക് മുകളിലേക്ക് എടുത്തിട്ട് പോയി, മുകളിൽ പണി നടക്കുന്ന സമയത്ത്. അപ്പോൾ ഒരു കിണ്ണുള്ളൂ. അപ്പോൾ ജഗ്ഗുവിൻ്റെ കഞ്ഞി കുടി കഴിയണവരെ ചേട്ടൻ നോക്കിക്കണം, അല്ലെങ്കിൽ ചേട്ടൻ്റെ കുടി കഴിയണവരെ ജഗ്ഗു നോക്കി നിൽക്കണം. അപ്പോൾ എൻ്റെ വീടിൻ്റെ പണി കഴിഞ്ഞിട്ട് 2016 അവിടെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള പാത്രങ്ങൾ വാങ്ങിക്കാനായിട്ട് പോവുക. മറ്റേ പുത്തമ്പള്ളിയിൽ അവിടെ ഒരു സ്റ്റീൽ പാത്രക്കടയുണ്ട്, ഹോൾസെയിൽ കട, അഞ്ചേരിക്കാരെന്ന് പറഞ്ഞിട്ട് അവിടേക്കാണ് പോകണം. അയാളുടെ വീട് കണ്ണംകുളങ്ങരയാണ്, നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അങ്ങോട്ട് ഞാനും അമ്മയും കൂടിയിട്ട് ചേട്ടനും കൂടിയിട്ട് പോയി അപ്പോൾ സാധനങ്ങൾ വാങ്ങിക്കാം. അപ്പോൾ സ്റ്റീലിൻ്റെ അവിടെ അമ്മ ഓരോന്ന് വാങ്ങിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റീലിൻ്റെ കിണ്ണം കണ്ടപ്പോൾ ഞാൻ വെറുതെ ചേട്ടാ ഒരു കിണ്ണം നമുക്ക് വാങ്ങിക്കാം, കഞ്ഞി കുടിക്കാനായിട്ട് ഇവിടെ വീട്ടിൽ കിണ്ണയില്ലല്ലോ. ആ സാധനം എടുത്ത് പിടിച്ചു നിന്നിട്ട് ഞാൻ പറയണേ. അപ്പോൾ അത് പിന്നെ വാങ്ങിക്കാം ശരി, അത് അവിടെ തന്നെ വെച്ചു. 2-3 പ്രാവശ്യമൊക്കെ ഞാൻ പറഞ്ഞു, അവിടെ വെച്ചു. എന്നിട്ട് പിറ്റേ ദിവസം കഞ്ഞി കുടിക്കാൻ നേരത്ത് കഞ്ഞിയിൽ ഞാൻ അപ്പം മൈൻഡ് ചെയ്തില്ല, കഞ്ഞിയില്ല നല്ല കിണ്ണല്ല, ഞാൻ മൈൻഡ് ചെയ്തില്ല. അയ്യടച്ചിരിക്കണ ഒരു തെറ്റെന്റെ. എന്നിട്ട് ഞാൻ ജഗ്ഗുവിന് വേഗം കഞ്ഞി കളഞ്ഞു കൊടുത്തു. അവൾക്ക് കഞ്ഞി കൂടി കഴിയണ നേരം നോക്കിക്കട്ടെ വിചാരിച്ചിട്ട്. എന്നിട്ട് അവിടെ നോക്കി നിന്നു. എന്നിട്ട് അവൻ്റെ കഞ്ഞി കൂടി കഴിഞ്ഞിട്ടാണ് ചേട്ടൻ കഞ്ഞി കുടിച്ചത്. അപ്പം അല്ലേ നോക്കി നിൽക്കല്ല ഇത് വേഗം. അപ്പം ഞാൻ പറഞ്ഞു മര്യാദയ്ക്ക് ഞാൻ ഇന്നലെ ആ കിണ്ണ എടുത്ത് പിടിച്ചിട്ട് പറഞ്ഞതല്ലേ വാങ്ങിക്കാന്ന്. അത്ര അത്യാവശ്യമുള്ള സാധനമാണ്. ആവശ്യമില്ലാത്ത ഒരു സാധനവും നമ്മൾ വാങ്ങിക്കാൻ പറയാറില്ല. അപ്പം തന്നെ വണ്ടി എടുത്ത് പോയി ഒല്ലൂർക്ക് പോയി. അപ്പം എന്തായി, അവിടെ നിന്ന് 150 രൂപയ്ക്ക് എത്ര രൂപയ്ക്ക് കിട്ടുന്ന സാധനം ഇവിടെ നിന്ന് അതിൻ്റെ ഇരട്ടി വില കൊടുത്തിട്ട് ഒല്ലൂരിൽ നിന്ന് പോയിട്ട് 2 കിണ്ണം വാങ്ങിച്ചിട്ട് വന്നു.
വലുത് ഓർമ്മയുണ്ടാവോ ഞാൻ ഈ പറഞ്ഞത്? ഓർമ്മയുണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ലേ, നീ പറഞ്ഞതിന് മുമ്പ് ഞാൻ ഉള്ളൂര് പോയി വാങ്ങിച്ചു എന്ന് പറഞ്ഞില്ലേ. ഇത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അടുത്തത് ശ്രുതി പ്രദീപ് VK. വിറകടുപ്പിൽ കുക്ക് ചെയ്ത ഫുഡല്ല പൊട്ട, അടുപ്പിൽ നിന്ന് വരുന്ന പുകയാണ് പ്രോബ്ലം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞങ്ങളുടെ അമ്മയ്ക്ക് നിർത്താത്ത ചുമയായിരുന്നു. ഒരു സമയത്ത് വിറകടുപ്പ് കത്തിക്കുന്നത് ഒഴിവാക്കാൻ പറഞ്ഞു. അത് ഒഴിവാക്കിയപ്പോൾ ചുമയും നിന്നു. അതാണ് പണ്ട് കാലത്തൊക്കെ അതായത് നമ്മൾ തെറ്റി മനസ്സിലാക്കി. അതായത് വിറകടുപ്പിൽ പാചകം ചെയ്ത് ഉണ്ടാക്കുന്ന ഫുഡാണ് പൊട്ടാന്ന്. ഫുഡിനൊരു കുഴപ്പമില്ല, ആ പാചകം ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാണ് പ്രശ്നം ഉണ്ടാവുക. പുകയില്ലാത്ത അടുപ്പാണെങ്കിൽ പ്രശ്നമില്ല. വിറകടുപ്പ് എന്ന് പറയാൻ പറ്റില്ല, പുകയ വരുന്ന അടുപ്പ്, പണ്ടത്തെ അടുപ്പ്. ആ ഊതി പണ്ടത്തെ അമ്മമാരൊക്കെ ഒരു കാര്യല്ലേ, ഈ പുകയൊക്കെ ശ്വസിച്ചിട്ടേ ശ്വാസകോശത്തില്. റജി രാജൻ, നിങ്ങളുടെ ചാനലിൽ നിന്നും കിട്ടുന്ന വരുമാനത്തിൽ നിങ്ങൾ തുല്യ പങ്കാളികളാണ്. അതുകൊണ്ട് ചേട്ടൻ എനിക്ക് കുട വാങ്ങി തന്നു എന്ന് പറയണോ? അതായത് സരിതയ്ക്ക് പൈസ അവളുടെ അക്കൗണ്ടിലുണ്ട്. അപ്പൊ ഇവൾക്ക് കുറേ സാധനങ്ങളൊക്കെ ഓൺലൈനിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഇട്ടരും കുറച്ച് കാശ്. ഓൺലൈനായിട്ട് കൊട വടി എന്നിട്ട് തേങ്ങ വേണമെങ്കിലും വാങ്ങിക്കാം. എല്ലാ സാധനങ്ങളും വാങ്ങിക്കുന്നത് ഈ ഫ്ലിപ്കാർട്ടും ആമസോണിൽ നിന്നാണ് കൂടുതൽ വാങ്ങിക്കുന്നത്. അപ്പോൾ ഒരു കുട വാങ്ങിച്ചോട്ടെ, ഡ്രസ്സുകൾ വാങ്ങിച്ചോട്ടെ, അതൊന്നും വാങ്ങിക്കാനായിട്ട് ആളുകൾ പറയില്ല, വിളിച്ച് പറയില്ല. ഇത് വാങ്ങിച്ചില്ല എന്ന് പറഞ്ഞിട്ട് അതും വാങ്ങിക്കാലോ. നിസ്സാരമായ കാര്യങ്ങള് ഇതാവും. അതാണ്. അപ്പൊ അതായത് ചില കാര്യങ്ങള് പറയും, ചില കാര്യങ്ങൾ മിണ്ടില്ല. ഇഷ്ടംപോലെ ഡ്രസ്സ് എടുക്കും. ഇവിടെ എടുക്കുന്ന ഡ്രസ്സുകളൊക്കെ ഈ ഓൺലൈനിൽ മിക്കവാറും. എനിക്ക് മാത്രമല്ലല്ലോ നിങ്ങൾക്ക് കൊടുക്കും ചേട്ടന്. അത്രയുള്ള കാര്യം എല്ലാം ചോദിക്കേണ്ട ആവശ്യമില്ല പറയുന്നത് നമ്മളോട്. അതെ. അപ്പോ ഇനി മുതൽ ഞാൻ ഓൺലൈനിൽ വാങ്ങിക്കുന്നതായിരിക്കും, ചോദിക്കുന്ന പ്രശ്നമില്ല. അടുത്തത് റഷീദ് കറുത്തെടുത്ത്. അജുവേട്ടാ, ആ വളം ഇറക്കിയത് ഒരു തെറ്റായി പോയി, സമ്മതിക്കൂ. എന്നാ ഇനി സരിതേച്ചിക്ക് സമാധാനമാകും, നമ്മൾക്കും ഇനി അത് കേൾക്കണ്ട. അത് തെറ്റന്നെ. അത് ഈ സമയത്ത് ഇറക്കേണ്ട യാതൊരു കാര്യമില്ല. പിന്നെ നമ്മള് ചെറുതായിട്ടൊന്ന് പിടിച്ചു നിന്നു മാത്രം, പിടി കിട്ടില്ല. കാരണം അത് അബദ്ധമായി. ഇനിയിപ്പോ മഴയൊക്കെ മാറി അത് വെള്ളമൊക്കെ വറ്റി കട്ട കുത്തണം. കട്ട കുത്തുമ്പോൾ കളച്ചെടുക്കാനായിട്ട് മണ്ണായിട്ട് മിക്സ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. ശ്രീദേവി PS. പുതിയ പാത്രം സ്ക്രബ്ബർ വയർ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കുക, തവി സ്റ്റീൽ ഉപയോഗിക്കാം, സ്ക്രാച്ച് വീഴില്ല. അടുത്തത് RC 553. റബ്ബർ ഷൂ ഇട്ടുകൊണ്ട് നടക്കുക മഴക്കാലത്ത്. കൊതുകടിയിൽ നിന്നും പാമ്പിൽ നിന്നും വിരകളിൽ നിന്നും ഒക്കെ രക്ഷപ്പെടാൻ കൊള്ളാം. കൊതുക് ഡെങ്കിപ്പനി ഉണ്ടാക്കും. നീളമുള്ള ഷൂ ആയിരിക്കണം. നിങ്ങൾ വെള്ളത്തിൽ കൂടി നടക്കുമ്പോൾ പേടി തോന്നും. സരിത പറയുന്നത് ശരിയാണ്. ഡെങ്കി മാത്രല്ല, ഈ ആ ചാണകത്തിൽ നിന്നൊക്കെ ഓരോത്തരം വിരകളില്ലേ, അത് ഈ നഖത്തിന്റെ ഇടയിൽ കൂടെ ഒക്കെ കയറും. മരണം വരെ സംഭവിക്കുന്നത്. ആ മിനി ചേച്ചി എനിക്ക് ഇതേ വോയിസ് ഇട്ടിട്ടുണ്ട്, ചേട്ടനെ കേൾപ്പിക്കാൻ പറഞ്ഞിട്ട്. ഭയങ്കര അപകടാന്നാ പറയണേ. എത്ര പേരെ മരിക്കണേന്ന്. പണ്ടും മരിച്ചിട്ടുണ്ടാവുന്ന ആളുകള്, പക്ഷെ അറിയില്ല എന്തുട്ടാ കാരണം എന്ന്. ഇങ്ങനത്തെ ചില വിരകള് ശരീരത്തിൽ കയറിയിട്ടേ അങ്ങനെ. അടുത്തത് അച്ചൂട്ടി പിങ്. അല്ല, അച്ചൂട്ടി പിങ് എന്നാവില്ലാട്ട, അച്ചു ടൈപ്പിങ് എന്നായിരിക്കും. സോറി, എന്തെന്നാണ് അവത് വായിക്കുക, അത് ഒരുമിച്ച് എടുക്കണ കാരണ്ടേ. അച്ചു ടൈപ്പിംഗ് എന്നായിരിക്കും കേട്ടാ. അച്ചൂട്ടി പ്ലിങ് എന്നല്ല വേണ്ടതെന്ന് വിചാരിച്ചു. എന്ത് രസമാണ് മഴയും പറമ്പിൽ നിറഞ്ഞു കിടക്കുന്ന വെള്ളത്തിൽ കൂടി നടക്കുന്നു. ഓ നൊസ്റ്റാൾജിയ. ഇവിടെ ഞാൻ ഖത്തറിലാണ്. 45 ഡിഗ്രിക്ക് മേലെ ചൂട്. മഴ കാണുമ്പോൾ നല്ല കുളിർമാന്ന്. നമ്മുടെ ദീപക് ഖത്തറിലല്ലേ, ദീപക് പറയാം 51 ഡിഗ്രിയാണ് അവിടുത്തെ ചൂട്. എന്നിട്ട് പിന്നെ മറ്റേ ഇതൊക്കെ എന്താ പറയാ, ചിക്കനൊക്കെ മറ്റേ പുറത്ത് വെച്ചിട്ട് ഇത് ചെയ്യാന്ന്, ഗ്രില്ല് ചെയ്യാന്ന്. ചൂട് കൊണ്ട് അത്രയ്ക്ക് ചൂടാന്ന്. ശ്രീരഞ്ജിനി. അജു എന്താണോ ഉദ്ദേശിച്ചത് അതല്ല പറഞ്ഞത്. അവസാനം സരിത പറഞ്ഞപ്പോൾ അത് ശരിയായി. അതെന്നറിയോ, നാടകത്തിനെ കുറിച്ച് മുമ്പ് ഇവിടെ തർക്കിച്ചില്ലേ, അത് അത് ചേട്ടൻ തുടക്കം പറഞ്ഞപ്പോ ചേട്ടൻ ഞാൻ ചോദിച്ചു, അഭിനയിക്കുന്ന ആളെയാണോ ഉദ്ദേശിക്കണേ ക്യാരക്ടറിനെയാണോ ഉദ്ദേശിക്കണേ? അപ്പൊ ചേട്ടൻ പറഞ്ഞു ക്യാരക്ടർ എന്തിട്ട് കുന്തെങ്കിലും ആവട്ടെ, അഭിനയിക്കണ ആള് എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു വന്നപ്പോ ചേട്ടന് മനസ്സിലായി ക്യാരക്ടറാണ്. അമേരിക്കയിലുള്ള ആളാണോ, ഏഷ്യയിലുള്ള ആളാണോ, ജപ്പാനിലുള്ള ആളാണോ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണ്ട. അല്ലെങ്കിൽ അയാൾ കഴിച്ച ഭക്ഷണം എന്താണ്, അയാൾ എന്താണ് പഠിച്ചത്, അതൊക്കെ അതല്ലേ അത്. ദീപ്തി കമൽ 2 മിനിറ്റിൽ പറയുന്നു കേട്ടോ. കുറേ ചോറിന് അത്ര നല്ല കാര്യമൊന്നുമല്ല കേട്ടോ. ഉപ്പേരിയാണ് അധികം കഴിക്കേണ്ടത്. അജു പിന്നെ നന്നായി അധ്വാനിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല.
അപ്പോൾ ഞാൻ വെറുതെ ഇരുന്ന് കഴിക്കാമെന്ന്. അല്ലെങ്കിൽ കൂടുതൽ കാർബ് നല്ലതല്ല. അത് ശരിയാണ്. നമ്മൾ നല്ല കൂട്ടാനാവും തോറും ആ കൂട്ടാനല്ല നമ്മൾ കൂടുതൽ കഴിക്കുക, അപ്പോഴും നമ്മൾ കഴിക്കണത് ചോറാണ്. അതാണ് പ്രശ്നം. നമ്മൾ കൂട്ടാൻ കൂടുതൽ കഴിച്ചിട്ടേ, അല്ലെ പ്രത്യേകിച്ച് ഉപ്പേരി കൂട്ടാൻ, ഉപ്പേരിക്ക് അങ്ങനത്തെ മെഴുക്ക് പുരട്ടൊക്കെ ആകുമ്പോൾ അത് നന്നായിട്ട് കഴിക്കാം. നമ്മൾ പറയില്ലേ ഈ ചക്ക കൂട്ടാൻ കൂട്ടിട്ട് ഒരു പറ ചോറിനാന്ന് പറയില്ലേ, ഒരു പറയാ ചോറില്ല. ഞങ്ങളുടെ കാര്യം നേരെ തിരിച്ചാട്ടാ. ചക്കയൊക്കെ വെക്കുമ്പോൾ ചോറ് കുറവായിരുന്നു ഉപയോഗിക്കുള്ളൂ, കിണ്ണത്തിലായിരിക്കും ചക്ക കൂട്ടാൻ എടുക്കുക. മുക്ക് അടിക്കണം. പിന്നെ ഷീജ മോഹൻദാസ്, അജു എല്ലാം ഒന്ന് സൂക്ഷിച്ച് ചെയ്യണം, മഴക്കാലമായാൽ വഴുക്കലുണ്ടാവും. മൂന്നാമത്തെ പ്രാവശ്യം ഞങ്ങളെ പേടിയാ എന്നിട്ടാണ് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഞങ്ങളെ പേടിയാക്കുന്നത്. വഴുതനങ്ങക്കറി സൂപ്പർ, ചക്ക കാണിച്ചു കൊതിപ്പിക്കല്ലേ അജു. അതെന്തിട്ടാന്ന് വെച്ചാ മറ്റേ ഇതുമ്മ കേറിയിട്ടാന്നുണ്ട് ചക്ക അല്ലേ, ആ വീഡിയോയിലല്ലേ ചേട്ടാ ചക്ക ഇട്ടത്. ഹാപ്പി ലൈഫ്, അജൂസ് വേൾഡിൽ 6 ലക്ഷമായി, തുടക്കത്തിൽ കൂടിയതാണെന്ന്. സന്തോഷം. 6 ലക്ഷം സബ്സ്ക്രൈബേഴ്സായ എൻ്റെ വീഡിയോയിലത്തെ ഞാൻ കമന്റ്സ് എടുത്തിട്ടില്ലേ, കാരണം അതിൽ മുഴുവൻ നമുക്ക് അഭിനന്ദനങ്ങളും. 6 ലക്ഷം ആയല്ലേ. ചാർലി. അടുത്തത് ലാലി തോമസ്, മധുരക്കിഴങ്ങ് നടുന്നത് കർക്കിടകം ചിങ്ങമാസമാണ്. 1 മാസം കഴിഞ്ഞ് വള്ളികൾ ചായച്ചു കൊടുത്ത് ചാണകം കലക്കി ഒഴിക്കാം, എന്നിട്ട് മണ്ണ് ഇട്ട് കൊടുക്കണം, അപ്പോൾ നന്നായിട്ട് കിഴങ്ങുണ്ടാകും. അതുപോലെ കൂർക്കയും നടുന്നത്. മണികണ്ഠൻ നായർ, വഴുതന പൊട്ടിക്കുകയല്ല സരിതേച്ചി, ഞങ്ങൾ കാസർഗോഡ് പറിക്കുക എന്നാണ് പറയാ. പൊട്ടിക്കുക എന്നാൽ പൊളിക്കുക എന്നാണ് അർത്ഥം. പെട്ടി പൊട്ടിക്കുക എന്നൊക്കെ പറയുന്നു. ഞങ്ങളും പറയും പെട്ടി പൊട്ടിക്കുക എന്ന് പറയും. രണ്ടും പറയും. വഴുതനയെ പൊട്ടിക്കുക, അല്ലെങ്കിൽ മറ്റേ പപ്പക്കായ പൊട്ടിക്കുക, അങ്ങനത്തെയൊക്കെ പറയും. നാളികേരം ഇടുക എന്ന് പറയാ, നാളികേരത്തിന് പൊട്ടിക്കുക എന്ന് പറയില്ല. മാങ്ങ പൊട്ടിക്കുക എന്ന് പറയും. ചക്ക പൊട്ടിക്കുക എന്ന് പറയില്ല, ചക്ക ഇടുക. അതെ, ആ ചക്കിട്ട് തോന്നണേ. അതൊക്കെ നമ്മളിങ്ങനെ നമ്മുടെ കാരണന്മാരെ ഭാഷ കേട്ട് നമ്മളിങ്ങനെ പഠിച്ചു വന്നതാണ് ആ വാക്കുകളൊക്കെ. അതങ്ങനെ ശീലിച്ചു. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. പെട്ടി പൊട്ടിക്കുക, പെട്ടി പൊട്ടിക്കാന്ന് പറഞ്ഞു. ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോ പെട്ടി പൊട്ടിച്ച എന്തിട്ടൊക്കെയുള്ള. പിന്നെ ബോട്ട് പെട്ടി പൊട്ടിക്കുക, ബോട്ടിന്റെ പെട്ടി. പണ്ട് കാലത്തെ ബോട്ട് ചെയ്യുന്ന പെട്ടിയില്ലേ, ബോട്ടെണ്ണാൻ വേണ്ടി ബോട്ടെണ്ണ പെട്ടി പൊട്ടിക്കുക. അടുത്തത് പറയട്ടെ, സന്ധ്യ മണികണ്ഠൻ നായർ, ആള് കാസർഗോഡുകാരനാണെന്ന് പറഞ്ഞു. സന്ധ്യ ബിജു, സരിത ഒരു സംശയം, ഈ ഡ്രസ്സൊക്കെ എവിടെ നിന്നാണ് വാങ്ങുന്നത്? ഒരെണ്ണം പോലും കൊള്ളാത്തതായിട്ട് തോന്നിയിട്ടില്ല. ഇതൊക്കെ വെക്കാൻ കുറേ സ്ഥലം വേണമല്ലോ. കറക്റ്റ്, സ്ഥലം വേണം. ഓരോ വട്ടം അളമാരി ഒതുക്കുമ്പോൾ ഞാൻ ഇടാത്ത ഡ്രസ്സുകൾ ഇങ്ങനെ മാറ്റി വെച്ചിട്ട് അത് ആളുകൾക്ക് കൊടുക്കും. ഇപ്പം നമ്മുടെ സുജിതയ്ക്ക് കുറേ കൊടുക്കും. സുജിതേരം മൂത്ത മോളില്ലേ, അവള് എൻ്റെ ഉയരല്ല അല്ലേ, അതിനേക്കാൾ എൻ്റെ ഉയര ആയി ആള്. അപ്പോൾ അവൾക്ക് ഇടാൻ പറ്റും. ഞാൻ പിന്നെ കുറേ അങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ അല്ലേ, എൻ്റെ ഉടുപ്പൊക്കെ പോലത്തെ ഫ്രോക്ക് പോലത്തെ ഇടാൻ പറ്റും. അപ്പോൾ ചിലത് ഒക്കെ ഞാൻ ഇനി ഇടില്ല എന്ന് തോന്നണതൊക്കെ കൊടുക്കും. പിന്നെ നാശമായതൊന്നും ആർക്കും കൊടുക്കില്ല കേട്ടോ. ഇടാൻ പറ്റണ സാധനങ്ങളെ കൊടുക്കുള്ളൂ. പിന്നെ ചിലപ്പോൾ ചക്കരയ്ക്ക് കൊടുക്കും, പിന്നെ അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കും. പുതിയത് വരുന്നതിനനുസരിച്ച് ഇടാത്ത ഡ്രസ്സുകൾ കേട്ടാ. ചിലത് 1 വട്ടം 2 വട്ടമൊക്കെ ഇട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ എനിക്ക് പിന്നെ അത് ഇടുമ്പോൾ ഭംഗി തോന്നില്ല. അപ്പം അങ്ങനത്തെ ഒന്നും പിന്നെ ഇടില്ല. ചിലത് ചേട്ടന് ഇഷ്ടമുണ്ടാവില്ല. ഓൺലൈനിൽ അതിൽ എടുത്തു കഴിഞ്ഞാൽ ഞാൻ അപ്പം തന്നെ ഇട്ടിട്ട് കാണിച്ചു കൊടുക്കും. അപ്പോൾ ചേട്ടൻ ഓക്കെ പറഞ്ഞില്ല, അത് ഭംഗിയില്ല എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ അതിനെ മടക്കി കവറിലാക്കി റിട്ടേൺ അടിക്കും. ചേട്ടൻ അത് കുഴപ്പമില്ല, ഇത് ഷേപ്പാക്കിയാൽ ഭംഗിയാവും എന്ന് പറയും. അപ്പോൾ പിന്നെ ഞാനത് കൊടുക്കില്ല. പിന്നെ അത് ഞാൻ ഷേപ്പാക്കി ഇട്ട് കഴിയുമ്പോൾ പറയും ഭംഗിയില്ല. അപ്പോൾ പിന്നെ ലാസ്റ്റത്തെ ഇതാണ് മെയിൻ. അല്ലാണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ സിനിമ പിടിക്കുമ്പോൾ കണ്ടമാനം പണികളെടുത്ത് അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറയില്ല. അവസാനം സിനിമ തിയേറ്ററിൽ കാണുമ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്ന സാധനം നല്ല ഇത് നോക്കുക. അതേപോലെ അതേപോലെ ലാസ്റ്റ് അത് നീ അവിടുന്ന് ഡ്രസ്സ് വാങ്ങിച്ചു ഇവിടുന്ന് ഡ്രസ്സ് വാങ്ങിച്ചു തയ്ച്ചു ഇതൊക്കെ ഇട്ട് കൊണ്ടു കഴിഞ്ഞാൽ ലാസ്റ്റ് അത് ഇട്ടിട്ട് വരുമ്പോഴാണ് എനിക്ക് കറക്റ്റ് റിസൾട്ട് പറയാൻ പറ്റുള്ളൂ. നമ്മളത് ഷേപ്പ് ആക്കിയിട്ട് ഞാനിങ്ങനെ ഷേപ്പ് പിടിക്കും, ബാക്കിൽ ഇങ്ങനെ ഷേപ്പ് പിടിച്ചിട്ട് കാണിച്ചു കൊടുക്കുക. അപ്പം പറയാം ഭംഗിയുണ്ട് എന്ന് പറയും. തയ്ച്ച് കഴിയുമ്പോൾ ഭംഗി വരും എന്ന് പറയും. പിന്നെ ഭംഗിയില്ലാന്ന് പറഞ്ഞാൽ പിന്നെ റിട്ടേൺ അടിക്കാൻ പറ്റില്ല, നമ്മൾ തയ്ച്ചില്ലേ. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതേസമയം ഇപ്പം എനിക്കത് കണ്ണാടയിൽ നോക്കുമ്പോൾ എനിക്ക് വലിയ ഭംഗി കുറവ് തോന്നില്ല. അപ്പം ഞാനത് ഇടും. ഇത് വലിയ കുഴപ്പമില്ലല്ലോ. അപ്പം ഇങ്ങനെ നമ്മളെ പിന്നാലെ തളർത്തിക്കൊണ്ടിരിക്കും. എന്തിട്ടത് ഇട്ടേണ തള്ളകളുടെ പോലെയുണ്ട്, അയ്യേ എങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് പറഞ്ഞിട്ട് നമ്മളെ തളർത്തും. അതിനെ കാണുമ്പോ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ പിന്നെ നമ്മളതില്ലേ. അതിപ്പോ ഞാൻ പറയണത് ഇവിടെ അത്
ശ്രദ്ധിച്ചിരിക്കും. അത് ഞാനോട് ഓരോ ഡ്രസ്സ് ഇടുമ്പോൾ സരിതയും പറയും, ഇത് എഞ്ചിട്ട് സാധനമാണ് ഡ്രസ്സ് ഇങ്ങനെ പറയാറില്ലേ? നിനക്കതൊന്നും ഓർമ്മയുണ്ടാവില്ലേ? അത് ഞാൻ എപ്പോഴാ പറയാറ്? അത് പറയണ്ടാവും. ഇത് പെണ്ണുങ്ങള് നിങ്ങള് പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് കൂടുതൽ. അതെന്തിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ ഭംഗിയില്ലാന്നല്ല, ആകെ മേല് കറയും കുറേയൊക്കെ ആയിട്ടുള്ള ഡ്രസ്സുകളുണ്ട് ചേട്ടൻ ഈ പണിയെടുക്കുക ചീമ്പിടുന്നത്, അതിട്ടിട്ട് പുറത്തേക്ക് പോവും. അല്ലാണ്ട് തന്നെ എന്തോരുണ്ടെന്ന് അറിയോ, കറയുന്നാവാത്ത നല്ല ടീഷർട്ടുകൾ കുറേ ഉണ്ട്. അപ്പോഴാണ് ഞാൻ ചോദിക്കും ഈ പ്രധാനം ഇട്ടിട്ട് പുറത്തേക്ക് പോകണം, അല്ലാണ്ട് തന്നെ എത്ര ഉണ്ട്, അതേസമയം അത് പണിയെടുക്കുമ്പോൾ ഇട്ടോ കുഴപ്പമില്ല, അങ്ങനെയാ പറയാറ്. അല്ലാണ്ടൊന്നും ഇത് ഭംഗിയില്ലാന്ന് ഞാൻ പറയാറില്ല. കാരണം ഞാൻ തന്നെ മിക്കവാറും ചേട്ടൻ്റെ ഡ്രസ്സൊക്കെ എടുക്കുക. ശരി, അടുത്തതായി. അയ്യോ അങ്ങനെ പിന്നെന്തിട്ടാണ് ദൈവമേ. ചിത്ര കോൾട്ടൻ, more than the eggplant curry, I enjoyed the drama discussion, sort of argument interesting. Aju or Sarida won. ആര ജയിച്ചെന്ന് ഷോ അസ് അജുസ് ഡ്രാമ പാർട്ട് പ്ലീസ്. ആ വീഡിയോ ഇട്ടു, പിന്നെ ഡ്രാമ പാർട്ട് ഇട്ടല്ലോ. ഐ ലൈക്ക് ടു വാച്ച് ഹൗ ഹീസ് ആക്ടിങ്. ലവ് യു ഗൈസ്. അടുത്തത് അർജുൻ വി കെ. നമസ്കാരം അജേട്ടാ, സരിതേച്ചി, ജഗു. കൃഷിസ്ഥലത്തിലെ അന്തരീക്ഷത്തിൽ നിന്നുള്ള പാചകം കാണുവാൻ പ്രത്യേക ഇഷ്ടം തന്നെയാണ്. ഇന്ന് വളരെ ടേസ്റ്റിയും കൂടാതെ എളുപ്പം തയ്യാറാക്കാൻ കഴിയുന്നതുമായ വഴുതനങ്ങ കറിയുടെ റെസിപ്പി പറഞ്ഞു തന്നതിൽ വളരെയേറെ സന്തോഷം. ചോറ് അതുപോലെ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ വഴുതനങ്ങ കറി ബെസ്റ്റ് കോമ്പിനേഷനാണ്. തീർച്ചയായും വീട്ടിൽ പാചകം ചെയ്ത് നോക്കും. അജുവേട്ടൻ അഭിനയിക്കാൻ പോകുന്ന നാടകത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. എപ്പോഴത്തെയും പോലെ മനോഹരമായ മറ്റൊരു വീഡിയോ. ഹാവ് എ നൈസ് ഡേ. ഞാൻ അർജുൻ ബി അല്ലേ? അർജുൻ ബി കമന്റ് വായിക്കുമ്പോൾ ശരത് സി ബാബുവിന്റെ കമന്റ് കേട്ടിട്ട് കുറെ നാളായില്ലോ ഇല്ലേ? കുറെ നാളായിട്ടുണ്ട് ഇട്ടിട്ട് ആള്, ഞാൻ കണ്ടിട്ട് കുറച്ച് നാളായി കമന്റ്സ്. അടുത്ത ജിഷ സന്തോഷ്. ഒന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ ഇടയ്ക്കൊക്കെ സബ്സ്ക്രൈബ് പ്ലീസ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്നോ 1 മില്യൺ അടിച്ചേനെ. എന്നാലും 6K എഴുതിയേക്കണം, 6K അല്ലാട്ട് 600K. അഭിനന്ദനങ്ങൾ. മയിലെണ്ണ അണ്ണാച്ചിയുടേത് പോലത്തെ കറുത്ത മറുകുമായി അജുവേട്ടൻ പ്ലാവിൽ. അത് ഈ മൂത്തൊരു ഇത് ചക്ക മുറിക്കുമ്പോ ഒരു നോടുന്നു അല്ലേ? സരിത ചക്ക മണത്ത് നോക്കുമ്പോൾ കുട്ടിക്കാലത്ത് ചക്ക പഴുത്തോ എന്ന് മണത്ത് നോക്കാൻ പറഞ്ഞിട്ട് തലയ്ക്ക് പിന്നിൽ നിന്ന് ഒരു തട്ട് തരുന്ന കുറുമ്പനായ എന്റെ സഹോദരനെ ഓർത്തു ഞാൻ. അടുത്ത് ഷിജി പുന്നോക്കിൽ. വെജിറ്റബിൾസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം വഴുതനങ്ങയാണ്. അതിന്റെ ഒരു ഉപ്പേരി മാത്രം മതി എനിക്ക് ചോറ് കഴിക്കാൻ. ഈ റെസിപ്പി ട്രൈ ചെയ്യുന്നുണ്ട് അജു ചേട്ടാ, സരിതേച്ചി, ജഗ്ഗുമോൻ, അനിൽ ചേട്ടൻ, ലവ് യു. ഞാൻ പിന്നെ കൂട്ടാനുണ്ടാക്കി. എന്തൊരു സുഖമാണ് വഴുതനങ്ങ, ഇരിക്കേണ്ട ഇഷ്ടം പോലെ. അപ്പം അതാണെങ്കിൽ ഉണ്ടാക്കാൻ സുഖമാണ്. എനിക്ക് തോന്നി ഇത്തിരി പുളി, തക്കാളിക്ക് ഇത്തിരി പുളിയുള്ളതാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഞെക്ക് പുളിയൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ ഇത്തിരി ടേസ്റ്റ് ഉണ്ടാവും തോന്നുന്നു ആ കൂട്ടാൻ. എത്ര മഴക്കാലം വന്നാലും വഴുതനങ്ങ ഒരു നശിച്ചു പോകുന്ന ഒരു സാധനമല്ല, എല്ലാവർക്കും വഴുതനങ്ങ ഉണ്ടാവും. ശ്രീകല ഷാബു. ഇതൊക്കെ എല്ലാ വീടുകളിലും ഉണ്ടാകുന്ന തർക്കങ്ങളല്ലേ? മാവിൻ്റെ ഇലയ്ക്ക് പുളിരസമല്ലേ? നേരിട്ട് ചെടിക്കിടില്ല എന്ന് തോന്നുന്നു അധികം. ഭൂമി അസിഡിക്കാവില്ലേ? പാട്ട് കുറച്ചുകൂടി പാടായിരുന്നു. കുഞ്ഞു റെസിപ്പികൾ കൂടുതൽ ഉണ്ടാവട്ടെ. ഒരു ലോഡ് ചാണത്തിനൊരു ചുക്ക് സംഭവിച്ചില്ല, പകരം പുതിയ പശ്ചിമഘട്ട മലനിരകൾ ലഭിച്ചില്ലേ? പാട്ട് വീണ്ടും പറഞ്ഞേക്കാള്, പാട്ട് കുറച്ചും കൂടി പാടാമായിരുന്നു സരിതേ. ശരിയാ, എനിക്കും തോന്നി ആ പാട്ട് കുറച്ചും കൂടി നീളത്തിൽ. അതല്ലേ? ഇളം കാറ്റിൽ ഒഴുകി വരും ഗാനം, ഒരു കാണാ കുയിൽ പാടും കളമുരളി ഗാനം. ഓടയിൽ നിന്ന് സിനിമയിലത്തെ അടുത്ത വരി കിട്ടില്ല, അറിയില്ല. അടുത്തത് യുണൈറ്റഡ് ടയേഴ്സ്. അനിൽ ചേട്ടൻ്റെ ജീവിതവും ജോലി സംബന്ധമായി അടങ്ങിയ ഒരു ഇൻ്റർവ്യൂ നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. അജു മരത്തിൽ കയറുന്ന കണ്ടാൽ പേടിയാകും, താഴെ വീഴുമോ എന്ന് തോന്നിപ്പോകും. ഇന്റർവ്യൂ അനിൽ ചേട്ടൻ്റെ ജീവിതവും ജോലിയൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. മുന്നേ ജോലിയുടെയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അനിൽ ചേട്ടൻ മരന്തട്ടല്ല പാടത്ത് ചാക്ക് ഇത് കയറ്റാൻ പോയത്, നെല്ല് പണിക്ക് പോയതിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അവിടെ ഇനി നമ്മള് ജൂൺ 30 നമ്മള് മുളകും താവില് പോയിട്ട് അനിൽ ചേട്ടൻ്റെ പണിസ്ഥലം ഒക്കെ കാണിച്ചു തരാം കേട്ടാ. അവിടുത്തെ സെൻഡ് ഓഫിന്റെ ചടങ്ങുകളും. 8 പേരുണ്ടെന്ന് റിട്ടയർ ആവണവര്. അപ്പോ ബോറടിക്കും, നമുക്ക് കുറെ പ്രസംഗമൊക്കെ ഉണ്ടാവും. അനിൽ ചേട്ടൻ പറഞ്ഞു നിങ്ങൾക്ക് വന്നാൽ ബോറടിക്കുള്ളൂ. പക്ഷെ എന്നാലും പോയിട്ട് നമുക്ക് അറിയാൻ പറ്റില്ല ഷൂട്ട് ചെയ്യാൻ അനുവദിക്കോ, ഇങ്ങനെയായിരിക്കുന്നു കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനമല്ല. നോക്കി നോക്കാം, പറ്റാവുന്നൊക്കെ ചെയ്തിട്ട് നമുക്ക് എടുത്തിട്ട് വരാം. അടുത്തത് രഞ്ജിത്ത് മേനോൻ. പ്രൊസീനിയം എന്താണെന്ന് പറയാണ്ട് എവിടേക്കോ മെഴുകിപ്പോയി.
ഇന്നലത്തെ വീഡിയോ കണ്ടു അജു. ഷെല്ലി, ജോൺ കിഡ്സ് എല്ലാം പറയുന്നത് കേട്ടു. വില്യം വേർഡ്സ്വർത്തിനെ പറ്റി പറഞ്ഞില്ല. വൈലോപ്പിള്ളിയെ പോലെ രണ്ടുപേരും നേച്ചർ പോയറ്റ്സ് ആയിരുന്നു. ഇന്നലെ മാറ്റിനി എന്നൊരു ചാനലിൽ നിങ്ങളെ കണ്ടു. അജു, സരിത, നമസ്കാരം. പ്രൊസീനിയെ കുറിച്ചിട്ട് അടുത്തവണ ഞാൻ പറയട്ടെ, അന്വേഷിച്ചിട്ട് അല്ലല്ല നമുക്ക് ക്ലാസ്സിൽ എഴുതി തന്നിട്ടുണ്ട്. പ്രൊസീനിയം കുറെ വേറെ സ്റ്റേജിലുണ്ട്, 2-3-4 സ്റ്റേജിലുണ്ട്. വില്യം വേർഡ്സ്വർത്തിന്റെ ഒക്കെ കവിതകൾ പഠിച്ചിട്ടുണ്ടല്ലോ. നമ്മുടെ ചങ്ങമ്പുഴയുടെ പോലെ കാൽപ്പനിക അങ്ങനെ കവിയാണെന്ന്. റൊമാൻറ്റിക് പോയംസ് അല്ലെങ്കിൽ നേച്ചർ പോയറ്റ്സ് അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, സ്കൂളിൽ തന്നെ പഠിച്ചിട്ടുള്ളൂ. പിന്നെ ഞാൻ പ്രീ ഡിഗ്രിക്കും പഠിച്ചിട്ടുണ്ടാവും വേർഡ്സ്വർത്തിൻ്റെ കവിത. ഡാഫഡിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള കവിതയാണ് സ്കൂളിൽ പഠിച്ചിട്ടുള്ളത്. 8ൽ 9 അത്രയോ. പ്രാണികൾ വരുന്നു, മൂക്കിൽ കയറും. അടുത്തത് ഗിരീഷ് കുമാർ KP. ഹായ് അജേട്ടാ, സരിതേച്ചി ഫാമിലി വ്ളോഗും വഴുതനയും കറിയും സൂപ്പർ. അജേട്ട നാടകത്തിൽ മാത്രം അഭിനയിച്ചാൽ പോരാ, സിനിമയിൽ അഭിനയിക്കണം. അജേട്ടൻ നല്ലൊരു നടനായി അറിയപ്പെടും. വേണ്ട, വിളിച്ചാ പൊക്കോ. സിനിമയിൽ അടുത്തത് ഉഷ അയ്യപ്പൻ. സരിത, ഇന്നത്തെ വഴുതനയും കറി ഇന്ന് തന്നെ ഞാൻ വെച്ചു. സിമ്പിൾ കറി, സൂപ്പർ അടിപൊളി. ഇനി ഇതുപോലുള്ള സിമ്പിൾ കറികൾ ഇനിയും ഇടണം കേട്ടോ. കുറേ പറഞ്ഞു തന്നിട്ടുണ്ട് ജ്യോതി ചേച്ചി, അത് ഓരോ വീഡിയോയിൽ കാണിക്കാട്ടാ. സിമ്പിളായിട്ടുള്ള കുറേ കറികൾ, തട്ടിക്കൂട്ട് കറി എന്ന് പറയുക ആള്. പക്ഷെ ഒക്കെ ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ എന്താ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൂട്ടി കുറേ ചോറുന്നു. അതാണൊരു പ്രശ്നം. നമ്മൾ ചെറുപ്പത്തിൽ ചോറുണ്ണാനായിട്ട് നമുക്ക് ഇഷ്ടമില്ല അതിരുന്ന സമയത്തൊക്കെ ഇങ്ങനത്തെ കറികൾ കിട്ടണതായിരുന്നു. പരിപ്പും കുമ്പളങ്ങി അങ്ങനത്തെ കുറെ കൂട്ടാനുകളുണ്ട്. അടുത്ത ശ്രീജ. സരിത ചോദിച്ചപ്പോൾ ക്യാരക്ടർ എന്തേലും കുന്തമാവട്ടെ എന്നാണ് പറഞ്ഞത്. ഓർമ്മയില്ല അല്ലേ? സരിത പറഞ്ഞതാണ് ശരി അജുവേ. അടുത്തത് ബേബി സൂര്യ പാലക്കാട്. അജുവേട്ടാ, സരിതയെ ജ്യോതി ചേച്ചി എൻ്റെ റിലേഷനാണെന്ന്. ചോദിക്കട്ടെ ജ്യോതി ചേച്ചിയോട് കേട്ടാ, ബേബി സൂര്യനെ അറിയോന്നല്ല റിലേഷനാണെന്ന് പറഞ്ഞല്ലോ. മറിയം ജോർജ്. അജു, സരിത, ജഗ്ഗുമോൻ ഇന്നത്തെ നാടക ക്ലാസ്, അതായത് നാടകത്തെ കുറിച്ചുള്ള പുതിയ അറിവ്, സാൻഡ്വിച്ച്, ഇതൊക്കെ അജു ക്ലാസ് എടുക്കുമ്പോൾ സരിത ഇന്നസെന്റിനെ പോലെ ജഗ്ഗുമോൻ എൻജോയ് ചെയ്ത് ചവറ് മാറ്റൽ. സരിത കാറ്റിലാടി പാട്ടും അടിപൊളി. തട്ടിക്കൂട്ട് വഴുതനങ്ങക്കറി സൂപ്പർ. അല്ലൻ ചേട്ടൻ്റെ ടേസ്റ്റ് നോക്കൽ. ലവ് യു ഓൾ. എല്ലാം അടിപൊളിയായിട്ടുണ്ടെന്ന്. ശരി, ആ വീഡിയോ നല്ല രസമായിട്ടുള്ള വീഡിയോ. നമ്മൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ അപ്പുറത്ത് പോവുകയെന്ന് പറയില്ലേ, എല്ലാം കൊണ്ട് നല്ല രസമായിരുന്നു. അത് അർക്കവും ഒക്കെ അല്ലേട്ടൻ വന്ന് വർത്താനം പറയുന്നതൊക്കെ സാധാരണ ഒരു എന്താ പറയുക, നമ്മൾ എങ്ങനെയുണ്ട് വീഡിയോ എടുത്തതാണെന്ന് തോന്നില്ല അല്ലേ? അറിയാണ്ട് ഇങ്ങനെ എടുത്ത് കാണിക്കില്ലേ. നമ്മളിവിടെ വർത്താനം പറഞ്ഞിരിക്കണത് നിങ്ങളെ കാണിച്ചു. അതുപോലെ സിന്ധു CK. ഹലോ അജു ചേട്ടൻ ആൻഡ് സരിത. ഐ ലൈക്ക് ദ വേ സരിത സ്പീക്സ്. സ്ട്രേറ്റ് ഫോർവേഡ്, നോ നോൺസെൻസ്. വാട്ട് എവർ കംസ് ടു മൈൻഡ് ജസ്റ്റ് സേ ഇറ്റ്. ലെറ്റ് അതേഴ്സ് കമൻറ്റ് എനിത്തിങ്. ബി യുവർ സെൽഫ്. ലവ് യു. താങ്ക് യു. രാസി ലുലു. സരിത ജഗ്ഗുവിനെ ഉണ്ണി എന്ന് വിളിക്കുമ്പോൾ എന്തോ ഒരു സന്തോഷം. ഞാൻ എൻ്റെ മകൾക്ക് 25 വയസ്സായി. അവളെ ലുലു ഉണ്ണി എന്ന് വിളിക്കുമ്പോൾ എൻ്റെ മകൻ പറയും ആ പ്രായം കഴിഞ്ഞെന്ന്. അപ്പം ഞാൻ പറയും അമ്മമാർക്ക് നിങ്ങൾ എത്ര പ്രായമായാലും ഉണ്ണി തന്നെയാണ്. അതന്നെ, നമുക്കവർ ഉണ്ണി തന്നെയാണ്. അടുത്തത് തോമസ് മംഗലം. ഗുഡ് മോർണിംഗ്. ചവറടിച്ച് വരുന്നത് മുഴുവൻ കമ്പോസ്റ്റ് കൂടിയിൽ ഇടണമെന്നില്ല. കുറേശ്ശെയായിട്ട് സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് കുറേശ്ശെയായിട്ട് കത്തിച്ചാൽ പൊട്ടാഷ് അഥവാ ചാരം കിട്ടും. ചെടികൾക്ക് ഇട്ട് കൊടുക്കാം. മാവിൻ്റെ ചോട്ടിലെ മണ്ണിന് പുളിരസമാണ്. മാങ്ങ വീണ് അഴുകിയിട്ട് മാറാൻ ചാരം നല്ലതാ. ഇത് ബേസ് ആണല്ലോ, ആൽക്കലൈൻ അല്ലേ ഇത് കത്തിച്ച് കഴിഞ്ഞാൽ. തട്ടിക്കൂട്ട് കറികൾ കൊണ്ട് കുറേ ചോറ് കഴിക്കാം എന്നാണ് പറയുന്നത്. ചോറ് എത്രയും കൂടുതൽ കഴിക്കാം എന്നുള്ളതാണോ വലിയ ആഗ്രഹം? അല്ല, നമ്മൾ ആ കൂട്ടാൻ്റെ ടേസ്റ്റ് പറയാൻ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണത്. അതിങ്ങനെ ശീലിച്ചു പോയി. അതായത് ഇത് കൂട്ടിയിട്ട് ഒരു പറ ചോറിനാന്നൊക്കെ പറയും. പക്ഷേ ഈ ചോറിനാണ് പൊട്ടയാണെന്ന് നമുക്കറിയാം. പക്ഷെ ആ കറിയുടെ ടേസ്റ്റിനെ കുറിച്ചിട്ട് പറയാനുള്ള ഒരു വാക്കാണ് ആ വാക്ക് എന്നാണ്. ക്ഷമിക്ക് ചേട്ടാ. ഇനി ഡയബറ്റിക്സ് വന്നാൽ വഴുതനങ്ങ ഉലുവ പ്രയോഗമുണ്ടല്ലോ അല്ലേ? വഴുതനങ്ങയല്ല, വെണ്ടക്കായ. അതായത് വഴുതനങ്ങ ഇത് കൂട്ടിയിട്ട് തട്ടിക്കൂട്ട് കറി കൂട്ടി ചോറ് കുറേ കൊണ്ടിട്ട് ഡയബറ്റിക്സ് വരുന്നു. അപ്പം അതിനെ മാറ്റാനായിട്ട് നമ്മൾ വെണ്ടക്കായ ഉലുവിട്ട് കഴിക്കുന്നു. പ്രേമേട്ടൻ്റെ രീതിയാണ് എനിക്കിഷ്ടം. സരിത പറയുന്ന പോലെ അഭിനേതാക്കൾ ഒരിടത്ത് ഒരു ദിശയിൽ നോക്കി ഡയലോഗ് പറയുന്നത് പഴയ നാടക രീതിയാണ്. ഒരിടത്ത് ഒരേ ദിശയിൽ നോക്കിയിട്ട് ഡയലോഗ് പറയണത് ഞാൻ എപ്പോഴാണ് പറഞ്ഞത്? അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. അതായത് ഞാൻ പറഞ്ഞത് പ്രൊസീനിയം പ്രൊസീനിയം ഒരേ ദിശയിലല്ലേന്ന്.
സാൻഡ്വിച്ച് ആകുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും കാണികളിരിക്കും. ഞാൻ പറഞ്ഞത് അഭിനേതാക്കളെക്കാളും പ്രശ്നം കാണികൾക്കാ. നാടകം പകുതി കേൾക്കില്ല. അങ്ങോട്ട് തിരിഞ്ഞു നിന്നിട്ട് ഒരാൾ പറയണത് ഇപ്പുറത്തിരിക്കുന്ന കാണികൾ കേൾക്കില്ല. നമ്മൾ അതിന്റെ അനുഭവം ഉള്ളത് കൊണ്ടാ പറയണേ, അതിന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയണതാ. അത് കൊള്ളില്ല. അതേസമയം ചില നാടകങ്ങളുടെ പാറ്റേൺ അത് സാൻഡ്വിച്ച് കളിക്കാൻ വേണ്ടി എഴുതിയിരിക്കുന്ന സ്ക്രിപ്റ്റ് ആയിരിക്കും, കഥയായിരിക്കും. അങ്ങനെ കളിച്ചാൽ തന്നെ അത് ശരിയാവുള്ളൂ. അപ്പോൾ അതങ്ങനെ തന്നെ. ചില തെരുവ് നാടകം എന്ന് പറയില്ലേ, തെരുവ് നാടകങ്ങൾ അത് തെരുവിൽ ആ റോഡിൽ കളിക്കാൻ വേണ്ടി എഴുതിയിട്ടുള്ള സ്ക്രിപ്റ്റ് ആയിരിക്കും. അപ്പൊ അത് അങ്ങനെ തന്നെയാണ്. എങ്ങനെ വേണമെങ്കിൽ കളിച്ചാലും കുഴപ്പമില്ലാത്തത് അതായിരിക്കും. പിന്നെ മാത്രമല്ല തെരുവ് നാടകങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്, സെറ്റ് ഉണ്ടാവില്ല. മറ്റേ നാടകങ്ങൾക്ക് സെറ്റ് ഉണ്ടാവും. ഇപ്പോൾ ഒരു വീട്ടിലാണ് കഥ നടക്കണമെങ്കിൽ ഒരു വീടിന്റെ സെറ്റ്, ഒരു മരം, അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും അങ്ങനെയൊക്കെ വല്ല സാധനങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഒരു ഡോക്ടറുടെ റൂമൊക്കെ ഒരു സീനിൽ വരുന്നുണ്ടെങ്കിൽ ഡോക്ടർക്ക് ചെയർ വേണം, കസേര വേണം. ചെയറും കസേര ഒന്നും തന്നെയല്ലേ, കസേര വേണം, മേശ വേണം. മേശയുമ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വേണ്ടി വരും, പ്രോപ്പർട്ടീസ് എന്ന് പറയും, അതൊക്കെ വേണ്ടി വരും. അപ്പം ഈ വക സാധനങ്ങളൊന്നും തന്നെ തെരുവ് നാടകങ്ങൾക്ക് ഉണ്ടാവില്ല. പിന്നെ എന്താ പറയുക, ഈ എന്താ പറയുക, സാൻഡ്വിച്ചിനും അത് വേണ്ടി വരില്ല, അധികം സെറ്റ് വേണ്ടി വരില്ല സാൻഡ്വിച്ചിനായാലും. പിന്നെ റൗണ്ടിൽ കളിക്കില്ലേ, അതായത് സെൻറ്ററിൽ നാടകം നടക്കും, ചുറ്റും കാണികളിരിക്കുന്ന ടൈപ്പ് നാടകമുണ്ട്. അതിനെന്താ പറയാ, അപ്പൊ അതിനും സെറ്റ് ഒഴിവാക്കാനാണ് പ്രേമേട്ടൻ ഇതൊക്കെ ചെയ്യണ കേട്ടാ. പിന്നൊന്നുമില്ല. സെറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പൈസ ചെലവല്ലേ, സെറ്റ് ഉണ്ടാക്കാന്നൊക്കെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അയ്യോ, പേളി വന്നെന്റെ അങ്കാണ് കാണണേ. പേളിനെ കണ്ടു കഴിഞ്ഞിട്ട് ഇമ്രാൻ ഇമ്രാന്റെ കൊറയാണ് ഇപ്പൊ കേക്കണത്. ചാർലി ആണെങ്കിൽ എനിക്കറിയാ, കൂട്ടുകാരിനെ കണ്ടതിൽ സന്തോഷം. അവളെ ഒന്ന് തൊടാനോ മിണ്ടാനോ പറ്റണില്ലല്ലോ. അവള് അപ്പുറത്തും ചാർലി ഇപ്പുറത്തും അല്ലേ. ഇമ്രാനാണ് നീ വാടി ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ കഴുത്തിലത്തെ പാട് അന്ന് എനിക്ക് മസിൽ പിടിച്ച കാരണമാണ് ഞാൻ അല്ലേ പറഞ്ഞ പോലെ. സരിത പറയുന്ന പോലെ അഭിനേതാക്കൾ ഒരിടത്ത് ഒരു ദിശയിൽ നോക്കി ഡയലോഗ് പറയുന്നത് പഴയ നാടക രീതിയാണ്. പുതിയ കോൺസെപ്റ്റ് പ്രകാരം ആക്ടിംഗ് അല്ല, ബിഹേവിംഗ് ആണ്, അഥവാ പെരുമാറുകയാണ് വേണ്ടത്. അയാൾ അഭിനയിക്കല്ല, ജീവിക്കുകയാണെന്നൊക്കെ പറയാറില്ലേ, അതാണെന്ന്. അല്ലാതെ ഒരു സ്ഥലത്ത് വടി പോലെ ഒന്ന് കാണാപ്പാടം പഠിച്ച ഡയലോഗുകൾ ഛർദ്ദിക്കലല്ല നമുക്ക് വേണ്ടത്. ചേട്ടൻ പറഞ്ഞ രീതി ബിഹേവിങ് സിനിമയിലാണ്, നാടകത്തിൽ അത് പറ്റില്ല. നാടകത്തിൽ ഓവർ ആക്ടിങ് തന്നെ വേണം. ഞാനത് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, ഇത് എന്തിനാണ് ഇങ്ങനെ പറയണേന്ന്. ഇമ്രാൻ ഡയലോഗ് കേക്കില്ല ആൾക്കാർക്ക്. അതായത് ഇപ്പോൾ ഞാൻ മുന്നേ ഏതോ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ അകലെന്ന് ഒരാൾ നടന്നു വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ സിനിമയിലാണെങ്കിൽ പറയും ആരും വരുന്നുണ്ട് അങ്ങനെ പറയും. നാടകത്തിൽ പക്ഷെ അങ്ങനെയല്ല പറയാം. നാടകത്തിൽ ഇങ്ങനെ കുറച്ച് സമയം നോക്കും, ആരോ വരുന്നുണ്ടല്ലോ, ആരാത്, ഇങ്ങനെ പറയാം, ഇങ്ങനത്തെ ഒരു ട്യൂണില്. അപ്പം ഞാനപ്പോൾ ചോദിക്കുന്നത് എന്തിനാ ഇങ്ങനെ പറയണേ, ആരോ വരുന്നുണ്ടല്ലോ അങ്ങനെ പറഞ്ഞാൽ പോലെയെന്ന്. പക്ഷെ അത് പറ്റില്ല, അത്ര നാടകത്തിൽ ഇങ്ങനെ തന്നെ പറയണം. അതെന്ന് പറഞ്ഞില്ലേ, വേറെ കാര്യമുണ്ട്. സിനിമയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളിപ്പോൾ ഇങ്ങനെ ആരും വരുന്നുണ്ടല്ലോ, അപ്പോൾ നമുക്ക് ആ ആളെങ്കിലും എടുത്ത് കാണിക്കാൻ സ്ക്രീനിൽ പറ്റും അകലം. അപ്പോൾ നമുക്ക് അത് റിലേറ്റ് ചെയ്തു. ആ സമയം നാടകത്തിൽ നമ്മൾ ഇയാളെ മാത്രമേ കാണുന്നുള്ളൂ. അപ്പൊ ഒരാൾ വരുന്നു എന്നുള്ള ഫീൽ ചെയ്യണം. ആ ഫീൽ ചെയ്യണമെങ്കിൽ ചെയ്യണം. അതുകൊണ്ടാണല്ലോ നാടകം എന്ന് പറയണേ, ഡ്രാമ നാടകം എന്ന് പറയണത്. അതുകൊണ്ടല്ലേ കുറച്ച് വേണം, ഒരു എക്സ്ട്രാ എക്സാജറേറ്റ് ചെയ്ത് കുറച്ച് കാണിക്കണം. അടുത്തത് അജീഷ് വി സി, നമസ്കാരം. ഇനി എന്തായാലും ചാണം കേക്ക് മുറിക്കണ പോലെ ഓരോ കഷ്ണം മുറിച്ചെടുത്ത് ഉപയോഗിച്ചാൽ മതിയെന്ന്. നാടകത്തിന് വിജയാശംസകൾ. ശരിയേട്ടാ, അത് മഴയൊന്നും മാറി ഒന്ന് വെയിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ഉറക്കും, വരും. അപ്പൊ നമുക്ക് പീസായിട്ട് എടുത്ത് മുറിച്ച് കൊണ്ടുപോയി ഓരോന്നിനും കടക്കണം.
എന്തുട്ടുള്ള ഐഡിയകൾ കണ്ട നമ്മളിപ്പോ ചെയ്ത് വളരെ നന്നായി എന്ന് മനസ്സിലായില്ലേ. അതെ ഇനി ഈ ചാണം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത മഴക്കാലത്ത് അടിച്ചാൽ മതി ചാണം. ഈടാ അടുത്തത് രാജേഷ് ചീക്കൊന്നും ചാലി. അടുപ്പിൽ നിന്നും തീ ഒന്ന് ആളിയപ്പോൾ പേടിച്ചു. പുറത്തു നിന്ന് പാചകം ചെയ്യുമ്പോൾ കെയർഫുൾ ആയിരിക്കുക. കാറ്റടിക്കുമ്പോൾ ഡ്രസ്സിൽ തീ പിടിക്കാതെ. അതെ, ഇപ്രാവശ്യത്തെ മറ്റേ നമ്മുടെ ഇവിടെ ഇല്ലേ എക്സിബിഷൻ വന്നില്ലേ, എക്സിബിഷൻ കാണാൻ പോയില്ലല്ലോ നമ്മള്. അപ്പൊ ഗ്യാസ് അടുപ്പിന്റെ ഒരു കിറ്റ് ഉണ്ടായിരുന്നു, അടിപൊളിയാണ്. അമ്മ വാങ്ങിച്ചത് കണ്ണംകുളങ്ങര. ഈ തീ പാളാണ്ടിരിക്കാനുള്ള ഒരു സാധനം ചുറ്റും വെക്കണ ഒരു സെറ്റ്. അത് വെച്ച് കഴിഞ്ഞാൽ തീ പാളില്ല, ശരിക്കും പാത്രത്തിന്റെ മൂട്ടിലേക്ക് തന്നെ തീ കിട്ടുള്ളൂ. അതൊരു സാധനം ഉണ്ടായിരുന്നു, അമ്മ വാങ്ങിച്ചിട്ടുണ്ട്. അടുത്തത് അശോക് വേൾഡ്. സമ്പത്ത് കാലത്ത് തൈപ്പത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപ്പത്ത് തിന്നാം. ഉണ്ണിക്കുട്ടൻ കാശ് ഇപ്പോഴേ ശേഖരിച്ച് വെക്കുന്നതാണ് നല്ലത്. കുട്ടന്റെ ആവശ്യത്തിന് എടുത്ത് ചെലവഴിക്കാം, ആരോടും ചോദിക്കണ്ട. അത് ഞാൻ അവനോട് ഓരോ പണി പറഞ്ഞപ്പോ പറഞ്ഞില്ലേ, ഓരോ പണിക്ക് എത്ര രൂപ വെച്ചിട്ട് തരണം അങ്ങട്, അതാണ് പറയണത്. അടുത്തത് ശാന്തകുമാരി. സരിത അജു, ഇതുപോലെ സ്റ്റാൻഡിലെ എണിയിലൊക്കെ ഒന്ന് കയറുമ്പോ അതൊന്ന് പിടിച്ചു കൊടുക്കും, ഒന്ന് ശ്രദ്ധിച്ചാൽ വീഴ്ച ഒഴിവാക്കാൻ മോളെ. അജു എല്ലാത്തിലും ഇങ്ങനെ കയറുമ്പോ ഒരു ഭയമാണെന്ന്, ഒന്ന് ശ്രദ്ധിക്കുക. ശരിയാണ്. അടുത്തത് സോണി ജി. ഹായ് അജു ആൻഡ് സരിത, നൈസ് വേ ടു എൻഡ് ദ വീഡിയോ. ഹോപ്പ് മെനി കപ്പിൾസ് ഹാവ് ദെയർ ഡേ സിമിലർ ടു യോഴ്സ് വിത്തൗട്ട് ഫൈറ്റിംഗ് ഫോർ നത്തിങ്. അല്ല, ആ വീഡിയോയിൽ ലാസ്റ്റ് നമ്മൾ പറയണ്ടല്ലോ, ഇതിപ്പോ ഞങ്ങള് തർക്കമൊന്നും നോക്കണ്ട, ഇതിങ്ങനെ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മളിങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ പറയും. തല്ലൂട്ടോ അല്ലെങ്കിൽ ചേട്ടനെ താഴ്ത്തി കെട്ടണതോ അല്ലെങ്കിൽ ഞാൻ വലിയ ആളാണെന്ന് കാണിക്കാൻ പറയണതോ അല്ല. നമുക്ക് അപ്പം അത് ഒരു കാര്യം കേൾക്കുമ്പോൾ നമുക്കൊരു അഭിപ്രായം തോന്നുമല്ലോ, ഇത് ശരിയാണ് അല്ലെങ്കിൽ ഇത് ശരിയല്ല. അപ്പം എന്തുകൊണ്ട് ശരിയല്ല, ഇന്ന കാരണങ്ങൾ കൊണ്ട് ഇത് ശരിയല്ല എന്ന് നമുക്കൊരു ഇത് വരും. അപ്പോൾ നമ്മളത് പറയും. അപ്പം നമ്മൾ പറയണ പോയിന്റ് മറ്റേ അവിടെ നിൽക്കുന്ന ആൾക്ക് ശരിയല്ല എന്ന് തോന്നുമ്പോൾ ആളതിനെ എതിർത്ത് പറയും. അപ്പം അങ്ങനെ ഒരു തർക്കമുണ്ടാവും. പിന്നെ ഏതെങ്കിലും ഒരു പോയിന്റിൽ എത്തുമ്പോൾ നമുക്ക് ചേട്ടൻ പറഞ്ഞത് തന്നെ ശരി എന്ന് മനസ്സിലാവുമ്പോൾ നമ്മൾ അവിടെ നിർത്തും. അതല്ല ഞാൻ പറഞ്ഞതാണ് ശരി എന്ന് ചേട്ടൻ തോന്നുകയാണെങ്കിൽ അവിടെ നിർത്തും. ചില സ്ഥലത്ത് നമുക്ക് രണ്ടുപേർക്കും മനസ്സിലാവില്ല. അപ്പം ഇങ്ങനെ അങ്ങനെ തർക്കം ഭയങ്കരമായിട്ട് പോകും. അപ്പം അത് മനസ്സിലാവും, ഇത് അപകടകരമായ ഇതിലേക്കാണ് പോയിക്കൊണ്ടിരിക്കണേ. അപ്പം ഞാൻ പിന്നെ നിർത്തും. ചിലപ്പോൾ ദേഷ്യം വന്നിട്ട് കണ്ണി കണ്ടതൊക്കെ പറയും, പിന്നെ അത് നിർത്തി ഞാൻ അവിടെ നിന്ന് മാറിപ്പോവും, അല്ലെങ്കിൽ ചേട്ടൻ മാറിപ്പോവും, അല്ലെങ്കിൽ വഴക്കാവും. അല്ല, ഇതൊക്കെ സാധാരണ നമ്മൾ നടക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമ്മള് കാണിക്കുന്നു നിങ്ങളെ തർക്കങ്ങൾ, അത് രസാണ്. അത് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ തർക്കം നടക്കില്ല. അതപ്പോ തോന്നണ അതുകള് അങ്ങനെ പറയുമ്പോഴാണ് അതിലേക്ക് എത്തുള്ളൂ, അല്ലെങ്കിൽ ആ വീഡിയോ നാച്ചുറൽ ആവൂല. അങ്ങനെ പറഞ്ഞുകൊണ്ട് സരിത അഹങ്കാരിയാവുന്നില്ല, ഞാൻ പെൺകോന്തനും ആവുന്നില്ല. പ്രേമൻ ഒരു തവണ പെൺകോന്തന്റെ ഈ മീനിങ് പറഞ്ഞല്ലോ. പെൺകോന്തൻ മീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അധികം ഓർമ്മയില്ല. അടുത്ത വീഡിയോയിൽ ഞാനത് പറയും. അടുത്ത വീഡിയോയിൽ കുറെ കാര്യങ്ങളുണ്ട് പറയാൻ. നിവിയ ശരത്ത്. സരിതേച്ചിക്ക് ഓൺലൈൻ ഓർണമെന്റ്സ്, സരിതേച്ചിക്ക് ഡ്രസ്സ് ഓർണമെന്റ്സ് ഒക്കെ ഓൺലൈൻ ബിസിനസ് തുടങ്ങി കൂടെ? ചേച്ചി ഇടുന്ന ഡ്രസ്സൊക്കെ അടിപൊളിയാണ്, ഇന്നത്തെ ഡ്രസ്സ് സൂപ്പറായിട്ടുണ്ട്. ഞാനും അത് വിചാരിക്കാറുണ്ട്. അതൊക്കെ ഓർണമെന്റ്സ് ഒക്കെ അതെ ഞാൻ ഇട്ടേക്കണതൊക്കെ കണ്ടിട്ട് ഞാൻ പുറത്തേക്ക് പോകുമ്പോൾ ഇതൊക്കെ നിനക്കിതൊക്കെ എവിടെന്നാ കിട്ടണേ? സീമ ചേച്ചി എന്നോട് ചോദിച്ചു. ഇത് ഞാൻ ഈ ഫ്ലിപ്കാർട്ടും ഇതൊക്കെ നോക്കുന്നുണ്ട്, എനിക്ക് കാണുള്ളല്ലോ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ, നിനക്കിത് എങ്ങനെയാ ഇതൊക്കെ കിട്ടണേ? ചേച്ചിക്ക് എന്നിട്ട് ഞാൻ ചിലത് എൻ്റെ പോലത്തെ തന്നെ ഓർഡർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതേപോലത്തെ എന്നെ വേണമെന്ന് പറയട്ടെ, വേറെ കളർ അങ്ങനെയൊക്കെ വാങ്ങിക്കാറുണ്ട്. അതറിയില്ല എന്താണാവോ, എനിക്കതിൽ ഇങ്ങനെ നോക്കുമ്പോൾ അങ്ങനെ വരും. പിന്നെ ഇപ്പോൾ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ ഇൻസ്റ്റയിലൊക്കെ നമ്മൾ റീൽസൊക്കെ കാണുന്നതിൻ്റെ ഇടയിൽ ഈ ജിയോൻ്റെ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൻ്റെ ഒക്കെ പരസ്യം വരുമല്ലോ. അപ്പം അതിലൊക്കെ നല്ല സാധനങ്ങളാണ് വരുന്നത്. അതുവഴി പോയിട്ട് അതിൽ നിന്ന് കണ്ടിട്ട് പോയിട്ട് കുറേ ഡ്രസ്സ് എടുത്തൊക്കെ നല്ല ഡ്രസ്സുകളായിരുന്നു. ചിലതൊക്കെ വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച പോലത്തെ സാധനമാവില്ല, ചിലപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടാവും, ഇടുമ്പോൾ എനിക്ക് ഭംഗി ഉണ്ടാവില്ല, റിട്ടേൺ അടിക്കും. ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ലേ? ബിസിനസ് തുടങ്ങാൻ ചേട്ടാ തുടങ്ങിയാലോ നമുക്ക് ഒരു വെബ്സൈറ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് സാധനങ്ങളൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ, ഞങ്ങൾക്ക് 100% നല്ലതെന്ന് തോന്നുന്ന സാധനങ്ങളൊക്കെ അതുവഴി നിങ്ങൾക്ക് കിട്ടേണ്ട വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ നോക്കുന്നുണ്ട് ഞങ്ങള്. അപ്പൊ നടപ്പിൽ വരുത്തുകയും അല്ലേ. അപ്പൊ അത് തുടങ്ങുകയാണെങ്കിൽ പതുക്കെ വേണമെങ്കിൽ ഡ്രസ്സ്. പക്ഷെ അതൊക്കെ ഞാന് നടന്ന് എടുത്ത് എൻ്റെ ഡ്രസ്സ് എല്ലാം ഓൺലൈൻ അല്ല കേട്ടാ, കടകളിലത്തെ ഡ്രസ്സുകളും ഉണ്ട്. അതൊക്കെ എങ്ങനെയല്ല ചെയ്യാൻ എനിക്ക് അറിയില്ല, അതൊക്കെ എങ്ങനെ ചെയ്യണ്ടേന്ന്. അതൊക്കെ ഞാൻ തന്നെ പോയിട്ട് സെലക്ട് ചെയ്യണ്ടേ. ഇപ്പം ചില ആളുകൾ അതുപോലെ ബിസിനസ് തുടങ്ങിയതായിട്ട് എനിക്കറിയാം. അതായത് അവരിടുന്ന ഡ്രസ്സുകളെല്ലാം നല്ല ഭംഗിയുള്ള ഡ്രസ്സുകൾ കണ്ടിട്ട് ഇത് എങ്ങനെയാണ് എവിടെ നിന്ന് എടുക്കണേന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ അവർ പോയിട്ട് ഡൽഹിയിൽ നിന്നും അവിടെ നിന്നും ഇവിടെ നിന്നും
ഓരോ സ്ഥലത്ത് നോക്കാം. നമ്മുടെ ഇവന്റെ ഭാര്യ റോജിയുടെ ഭാര്യയൊക്കെ, റോജി അങ്ങനെ കഴിവുള്ളവരുണ്ട്. ഇവൾക്ക് തൃശ്ശൂർ ഇവിടെ വരെ പോയി കഴിഞ്ഞ വഴി അറിയാത്ത ആളുകൾക്ക് പറയാണ്. അവര് രണ്ടുപേരും കൂടിയിട്ടാ പോണേ, അല്ലാണ്ട് അറിയോ ഒറ്റയ്ക്കല്ല പോണേ, പെൺകുട്ടി ഒറ്റയ്ക്കല്ല. അങ്ങനെയുള്ളവരെ അല്ല ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, അങ്ങനത്തെ ഉള്ളവരുടെ ഷോപ്പിൽ പോയാലേ കുഞ്ഞൊരു ഷോപ്പായിരിക്കും, ആകെ വിരലിലുണ്ടാവുന്ന കുറച്ച് ഡ്രസ്സ് അവിടെ ഉണ്ടാവുള്ളൂ, മെറ്റീരിയൽ ആയാലും എന്തായാലും. പക്ഷെ ഉള്ളതൊക്കെ നല്ല എണ്ണം പറഞ്ഞ സാധനങ്ങളായിരിക്കും, നമുക്ക് എടുക്കണതൊക്കെ നല്ല ക്ലാസ് സാധനങ്ങളായിരിക്കും. കാരണം അവർക്ക് നന്നായിട്ട് സെലക്ട് ചെയ്യാം, അവർ തന്നെ പോയിട്ട് പർച്ചേസ് ചെയ്യണമായിരിക്കും. അല്ലാണ്ട് കുറേ പോയിട്ട് ഒറ്റയടിക്ക് പോയിട്ട് തിരുപ്പൂരിന്ന് അവിടെ നിന്ന് ഇവിടെ നിന്ന് പോരാ, ലോഡ് കണക്കിന് തുണി വരിക, അങ്ങനെയല്ല. അങ്ങനെ ചെയ്യേണ്ടി വരും, നമ്മൾ അതിന് വേണ്ടി ഇറങ്ങേണ്ടി വരും. അപ്പോൾ ഈ ചാനലൊക്കെ നിർത്തി അതിന് വേണ്ടി നടക്കേണ്ടി വരും. പിന്നെ അടുത്തത് ബിൻഡിയുടെ ലാസ്റ്റ് വേർഡ്സ് ഫ്രം ബോത്ത് അജു ആൻഡ് സരിത. സോ സ്വീറ്റ്, ഓപ്പൺ ടോക്സ്, ഡിസ്കഷൻസ്, ആർഗ്യുമെൻറ്റ്സ്, ഒപ്പീനിയൻസ് ഒക്കെ തന്നെയാണ് ലൈഫ് ലൈവ്ലി ആക്കുന്നത്. അതൊന്നും ശീലമല്ലാത്ത അല്ലെങ്കിൽ മനസ്സിലാവാത്തവരാണ് നെഗറ്റീവ് കമൻസും ആയിട്ട് വരുന്നത്. അതൊന്നും മൈൻഡ് ചെയ്യണ്ട. നമ്മൾ നേരത്തെ അതിനെക്കുറിച്ച് പറഞ്ഞോളൂ. ശരിയാണ്. ചിലരുടെ വേണമെങ്കിൽ ലൈഫിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ലായിരിക്കും, അവർക്ക് അവരുടേതായ അഭിപ്രായങ്ങളൊന്നും വീട്ടിൽ പറയണ്ടാവില്ല, ഭർത്താവ് തീരുമാനിക്കണതാവും നടക്കണ്ടാവുക. അങ്ങനെയുള്ളവർക്കൊക്കെ ഞാനിങ്ങനെയൊക്കെ പറയണത് കാണുമ്പോൾ ഇതൊക്കെ പറയാൻ സ്വാതന്ത്ര്യം ഉണ്ടാവില്ല, പറയാൻ സ്വാതന്ത്ര്യം ഉണ്ടാവില്ല. നീ അതൊന്നും പറയണത്, നീ അടുക്കള കാര്യമായിട്ടോ നീ നന്നാ നീ അങ്ങനെ പറയുന്ന ആളുകളുണ്ട്. പിന്നെ ചിലവര് ഭർത്താവിനെ ബഹുമാനിച്ച് അയ്യോ ഇങ്ങനെ അങ്ങനെ പറഞ്ഞു. ചിലവരുണ്ട് കേട്ടാ, ചില ആളുകൾ എന്നെ ഭർത്താവിനെ ബഹുമാനിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് നേരിട്ട് അറിയാവുന്ന ആളുകൾ ചിലവരങ്ങനെ ഓപ്പണായിട്ട് പറയുന്നവരില്ലേ. കമൻ്റ് ഇടുന്നവരെനിക്ക് അറിയില്ല, അവരുടെ ലൈഫ് എന്താണ്, അവരുടെ ജീവിതത്തിൽ ശരിക്കും എന്താ നടക്കണേന്ന് നമുക്കറിയില്ല. നമുക്ക് അറിയാവുന്ന ചില ആളുകൾ പറയും. ഇപ്പോൾ അവരെ ഞാൻ നോക്കുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ഒരു വിലയില്ല ഭർത്താവിനെ, അവർ പറയണതാണ് അവിടെ നടക്കുക. ഭർത്താവിന് യാതൊരു വിലയും കൊടുക്കാത്ത പെണ്ണുങ്ങളാണ് ഇങ്ങനെ പറയണത്. പക്ഷെ അവരങ്ങനെയാണെന്ന് അവര് ആളുകളുടെ മുന്നിൽ ഭയങ്കരമായിട്ട് ഭർത്താവിനെ ബഹുമാനിക്കുന്നവരാണ്. ആളുകളുടെ മുന്നിൽ ഇങ്ങനെയുള്ളവരെ ശ്രദ്ധിച്ചറിയാം. ഭയങ്കരമായിട്ട് നമ്മുടെ കണ്ണംകുളങ്ങരി ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ചേച്ചി, അയ്യോ ചേട്ടൻ അറിഞ്ഞ എന്നെ കൊല്ലും. ആ ചേച്ചി പറഞ്ഞേക്കെ ഭയങ്കര രസമാണ്. അയ്യോ ചേട്ടൻ കേട്ട് കഴിഞ്ഞാൽ എന്നെ കൊല്ലും ദൈവമേ ഇങ്ങനെയൊക്കെ. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ എന്നിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചേട്ടനെ ആ ചേച്ചി ഇങ്ങനെ പറയാ സൂചിമ നിർത്താന്ന് പറയില്ലേ, ആ ചേച്ചി ഒരു നോട്ടം നോക്കി ആ ചേട്ടൻ മൂത്രം ഒഴിക്കും. അങ്ങനെയാ, ഒരു കാര്യം പോലും ആ ചേട്ടന് സ്വാതന്ത്ര്യമില്ല വീട്ടില്ല. ചേച്ചി പറയണ പോലെ അവിടെ കാര്യങ്ങൾ നടക്കും. പക്ഷെ നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാലോ, അല്ലെങ്കിൽ ആ ചേട്ടൻ നമ്മളുടെ മുന്നിൽ വെച്ചിട്ടോ ആ ചേട്ടനോട് പെരുമാറുമ്പോൾ, ചേട്ടാ ഞാൻ അങ്ങനെ ചെയ്യട്ടെ, അങ്ങോട്ട് പോട്ടെ, ഇങ്ങനെ ചെയ്യട്ടെ, അങ്ങനെയൊക്കെ ചോദിക്കും. പക്ഷെ വീട്ടിൽ നടക്കണത് നേരെ തിരിച്ചുമാണ്. അപ്പോൾ അങ്ങനത്തെ പെണ്ണുങ്ങളുണ്ട്. അതായത് അവർക്ക് തന്നെ അറിയാം അവർ ഭർത്താവിന് ഒരു വിലയും കൊടുക്കണില്ല, അവരെ ഇഷ്ടത്തിനാണ്, അവരുടെ തന്നെ ഇഷ്ടത്തിനാണ് അവർ ജീവിക്കണം എന്നൊക്കെ. പക്ഷെ അവർ മറ്റുള്ളവരുടെ മുന്നിൽ ഭയങ്കരമായിട്ട് കാണിക്കും ഞാൻ ഭർത്താവിൻ്റെ കീഴിലാണെന്നുള്ളത്. അറിയണവർക്ക് അറിയാൻ പറ്റും, ആ തൊട്ടയിൽ പക്കത്തുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും, അല്ലാത്തവർക്ക് അറിയില്ല. അങ്ങനെയുള്ള സ്ത്രീകളുണ്ട്. അങ്ങനെയുള്ളവർക്ക് തന്നെ ഇഷ്ടമല്ല ഭർത്താവിനെ ബഹുമാനിക്കണേ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഈ മറ്റേ സിനിമയില് ഉണ്ണിമേരിയും ജഗതി അതന്നെ ഗൃഹപ്രവേശം ഈ മറ്റേ സിദ്ദിഖ് വരുമ്പോ പോയി ചപ്പാത്തി പരത്തും മനുഷ്യ എന്ന് പറഞ്ഞിട്ട്, അല്ല ചപ്പാത്തി പാലോർക്കൊന്നുമില്ല. അതെന്തുട്ടാ എന്നറിയോ, ഗൃഹപ്രവേശത്തെ അതില് ചപ്പാത്തി കുഴക്കലും ചപ്പാത്തി ജഗതി ഉണ്ടാക്ക ജഗതി. അപ്പൊ ഇവളിരുന്ന് ഓരോന്ന് പറയുന്നുണ്ട്. അപ്പൊ ഒരു ചപ്പാത്തിയിലെ ബോൾ എടുത്തിട്ട് മോൻ കൊണ്ടുപോയി കളിച്ചു എന്നിട്ട് ക്രാവിനെടുത്ത് കൊടുക്കും ജഗതി. ആദ്യം കുറവല്ല പരത്തണ്ടോ, അതാരും ശ്രദ്ധിക്കില്ലേ. നൈസായിട്ടുള്ള തമാശകൾ നമ്മള് ചിന്തിക്കുമ്പോഴേ അതില് മുട്ട കേൾക്കുമ്പോ ആള് വേഗം എണീറ്റിക്കും. അപ്പൊ ഭാര്യ വേഗം വന്നിട്ട് ചപ്പാത്തി വരത്തായിരിക്കും, കാരണം വരുന്ന ആള് അറിയാൻ പാടില്ല ജഗതിയെ ചെയ്യണേ. എന്നിട്ട് പോയിട്ട് വാല് തുറക്കുമ്പോ സിദ്ദിഖിന്റെ മുന്നിൽ വെച്ചിട്ട് രണ്ടേരും അലമ്പായി, അതായി ഇതായി. ജഗതി ഭയങ്കര ശൗര്യാണ്. അപ്പൊ സിദ്ദിഖ് പോയി കഴിയുമ്പോ പെട്ടെന്ന് കാര്യങ്ങൾ മാറില്ലേ, ഭാവം മാറി. ഓ ചപ്പാത്തി വരുത്തും മനുഷ്യാന്ന് പറയുമ്പോ വേഗം തലയൊക്കെ അവിടെ പോയി വരത്ത. ഇതാണ് ഈ സംഗതിയാണ് പറഞ്ഞ സിനിമയിലുള്ളത്. അത് ഗൃഹപ്രവേശ സിനിമ കണ്ടല്ലോ കേട്ടാ, നല്ല രസമുള്ള പടാട്ടത്. അടുത്തത് ഗീതാ കൃഷ്ണൻകുട്ടി. ലളിതമായ ഭക്ഷണം എന്നാലും വിഭവസമൃദ്ധം, സംവാദം നന്നായിരുന്നു. ഇതിനെക്കുറിച്ച് നാടകം അധികം ഒന്നും മനസ്സിലായില്ല, എന്നാലും ഒരു രസമായിരുന്നു. അല്ലെങ്കിൽ എൻ്റെ പ്രസൻസ് അതും രസമായിരുന്നു. അവസാനത്തെ സരിതയുടെ സോറി പറച്ചിലും നന്നായി. സോറി പറഞ്ഞ ഞാൻ അല്ല, നമ്മുടെ ഈ തർക്കങ്ങളുടെ അതായത് നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞു അല്ലേ, നല്ല കാര്യമാണ്. അടുത്തത് സന്ധ്യ കളരിക്കൽ. ഞാൻ എൻ്റെ പണി ചെയ്യാണ്ട് അജുവേട്ടൻ്റെ വീഡിയോ കണ്ടിരിക്കുക, എന്നിട്ട് പണിയെടുക്കാമെന്ന് വെച്ചു.
പിന്നെ സരിത അരച്ചിട്ട് വരാട്ട ചേട്ടാ എന്ന് പറഞ്ഞപ്പോൾ ആ എന്ന നീട്ടി മൂളിയപ്പോൾ ഞാൻ അപ്പം തന്നെ വിചാരിച്ചുള്ളൂ സരിത എന്തോ ഒന്നും പറയാത്തേന്ന്. വിചാരിച്ചപ്പോഴേക്കും മറുപടി വന്നു, എന്താണ് ഒരു നീട്ടി മൂളൽ. അടുത്തത് ഡാലിയ സാബു, ഇന്ന് എൻ്റെ മമ്മിയുടെ ബർത്ത്ഡേ ആയിരുന്നു. ഒരു സ്പെഷ്യലായിട്ട് ഞാൻ ഉള്ളി ചിക്കൻ ഉണ്ടാക്കി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഒരു വെറൈറ്റി ടേസ്റ്റാണ്. ഇനിയും പുതിയ പരീക്ഷണങ്ങൾ പോരട്ടെ. അത് വളരെ നല്ല ഒരു റെസിപ്പി തന്നെയായിരുന്നു കേട്ടോ. ഉള്ളി ചിക്കനെ നിങ്ങൾക്കത് വീണ്ടും ഉണ്ടാക്കാൻ തോന്നുകയാണെങ്കിൽ ഷോർട്സ് ആയിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പം അത് കണ്ടാൽ മതി. അപ്പം സ്പീഡിൽ 1.5-2 മിനിറ്റ് കൊണ്ട് ആ റെസിപ്പി മാത്രമായിട്ടേ ഇട്ടിട്ടുണ്ട്. അടുത്തത് ഇറ്റ്സ് മീ ജിൻ. അജുവിനും സരിതയ്ക്കും മറ്റു നടീനടന്മാർക്കും ഒരുപാട് നന്ദി. നാടകം നന്നായിരുന്നു. ഇടയ്ക്കൊക്കെ ഇതുപോലെയുള്ള സന്തോഷങ്ങൾ നല്ലതാ. എൻ്റെ ഭർത്താവും ഒരു നാടക നടനാണ്. അതുകൊണ്ട് തന്നെ കലയെ ഇഷ്ടപ്പെടുന്ന ഞാൻ അദ്ദേഹത്തെ വിവാഹം ചെയ്തു. ഇപ്പോൾ നാടകമൊക്കെ എടുക്കപ്പെട്ടില്ലേ എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഭാഗ്യദോഷം. എന്തായാലും അജുവിനും സരിതയ്ക്കും ഒരിക്കൽ കൂടി നന്ദി. നാടകമൊക്കെ ഇല്ലാണ്ടായില്ലേന്നാവും. നമ്മളുടെ ഇവിടേക്ക് ഉണ്ട് കേട്ടാ. കാരണം നമ്മളുടെ റീജിയണൽ തിയേറ്ററിൽ അവിടെ പ്രൊഫഷണൽ ടീംസ് വന്നിട്ട് നാളെ തിരുവനന്തപുരം ഒരു ടീമിന്റെ നാടകം റീജിയണൽ തിയേറ്ററിൽ എപ്പോഴും നാടകങ്ങളുണ്ട്. സംഗീത നാടക അക്കാദമിയുടെ ഹാളില്, അതുപോലെ നാടീരത്തില് ചിലപ്പോ തൃശ്ശൂർ സംഗീത നാടക അക്കാദമി ഉള്ളതുകൊണ്ടായിരിക്കും. ഇവിടെ ഉള്ളവർക്ക് കലയും ഇതൊന്നും ഒരു പ്രശ്നമില്ല. എപ്പോഴും ഓരോ പരിപാടികൾ എപ്പോഴും കണ്ടുപിടിക്കും അവിടെ. നാടകം അല്ലെങ്കിൽ മോഹിനിയാട്ടം, അന്ന് മോഹിനിയാട്ടം മോഹിനിയാട്ടം കാണാൻ ഞങ്ങൾ ഇങ്ങനെ ലയിച്ചിരുന്നു. അതിന്റെ ഒരു ആംബിയൻസും കാണേണ്ടതാണ് മോഹിനിയാട്ടം. നമ്മളെ കേരളത്തിന്റെ തനതായ ഇതാണല്ലോ മോഹിനിയാട്ടം, കഥകളിയൊക്കെ. അപ്പൊ നമുക്കൊരു അഭിമാനം തോന്നും. നിറച്ച ചരാതുകളും വിളക്കുകളും നിലവിളക്കൊക്കെ അത് ആ വീഡിയോയില് ചേട്ടാ അതൊന്നും എടുത്തിട്ടില്ല. കത്തിച്ച് വെച്ചിട്ടേ തുളസിമാലയും മുല്ലപ്പൂമാലയൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ എൻ്റെ മുല്ലപ്പൂവിൻ്റെ നല്ല മണം. ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ട് പിന്നെ ഒരു സൈഡിലാണ് ഇവര് പാട്ട് മറ്റേ ഓടക്കുഴൽ ഇതിൻ്റെ മറ്റേ ഓർക്കസ്ട്ര ടീമുണ്ടല്ലോ, അവർ മൊത്തം ഇരിക്കുന്നുണ്ട്. പാട്ട് പാടുന്ന ആളും സൂപ്പറായിട്ട് അയാൾ പാടണേ. അങ്ങനെ ഒരു സൈഡിലിരിക്കണം. എന്നിട്ട് നിറച്ച് ലൈറ്റുകൾ 19 ലൈറ്റ് ഉണ്ട് തോന്നുന്നു മോളിൽ നിന്ന്. അത് കൊടുത്തിട്ടായിരുന്നു ഈ അതിൻ്റെ കോസ്റ്റ്യൂമും. രാത്രി ഈ മോഹിനി വരുന്ന സമയത്ത് ആ ഒരു ആംബിയൻസ് ആണ് ശരിക്കും. ആ വൈകുന്നേരം നല്ലൊരു ഒരു എന്താ പറയല്ലേ, നമ്മൾ ആ ഈ ഡിസംബർ ജനുവരി മാസങ്ങളില് പാലൊക്കെ കോടമഞ്ഞ് പോലെ ഉള്ളിൽ ഒരു പുക, ഈ വിളക്കുകൾ കത്തണേൻ്റെ, പിന്നെ ചന്ദനത്തിരിയൊക്കെ കത്തിച്ചേൻ്റെ. പിന്നെ അവിടെ ഈ മോഹിനിയാട്ടം, ഭരതനാട്യം അല്ലെങ്കിൽ തിരുവാതിരക്കളി പോലത്തതുകൾ, അങ്ങനെ കുറേ ടീമുകൾ വന്നിട്ട് മറ്റേ നമ്മുടെ ക്യാമ്പുകളൊക്കെ പരിശീലനകള് നമുക്കും കാണാം. നമുക്കും ഫ്രീ ആണ്, നമുക്ക് പോയിട്ട് കാണാം. പിന്നെ ഗാനമേളകൾ പോലെ ഉണ്ടാവും, ഗാനസന്ധ്യകൾ, ജോൺസൺ മാഷ അനുസ്മരണം, ദേവരാജൻ മാഷ അനുസ്മരണം എന്നൊക്കെ പറയട്ടെ. അപ്പൊ അവരുടെ പാട്ടുകൾ മാത്രമായിട്ട് ഇങ്ങനെ വന്നിട്ട് പാടുന്നത്. അങ്ങനെയൊക്കെ അതായത് നമുക്ക് പരിപാടികളാണ്. നമുക്ക് വൈകുന്നേരം നേരത്ത് ഈ സമയത്ത് നമുക്ക് തൃശ്ശൂർക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും എപ്പോഴെങ്കിലും പരിപാടികൾ ഉണ്ടാവും. അങ്ങനെ ഗുണം ഞങ്ങൾക്ക് അതന്നെ സാംസ്കാരിക നഗരിയായത് കൊണ്ട് ഉണ്ട്. തിരുവനന്തപുരത്ത് ഉണ്ടാവും തോന്നുന്നു. അടുത്തത് പുതുകുളങ്ങര കുട്ടി. On your recommendations, I went and watched Rondu movie. Excellent movie. As you said, edge of the seat experience. Thanks a lot. Also, commendable drama rehearsals. ആദ്യമായിട്ട് ഞങ്ങളുടെ റോന്തു മൂവിനെ കുറിച്ച് ഒരു സിനിമ കാണാൻ പോയിട്ട് അതിന്റെ ഒരു ഷോർട്ട് പ്രൊമോഷനാണ് അവർ നമ്മളോട് ആവശ്യപ്പെട്ടു. ഞങ്ങൾ പറഞ്ഞു കണ്ടിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഞങ്ങൾ വീഡിയോ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ശരി അത് മതി എന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ കണ്ടപ്പോഴേ ഭയങ്കര ഇഷ്ടമായി. ഇവിടെ കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോയിട്ട് തിയേറ്ററിൽ തന്നെ പോയിട്ട് കണ്ടോളൂ കേട്ടോ ആ സിനിമ. നമുക്ക് വേറെ സ്ഥലത്തേക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല, ഉറക്കം വരേണ്ട ആവശ്യം വരില്ല. നമുക്ക് ആ സിനിമയിൽ ലയിച്ചിരുന്നു നമ്മൾ പോവും. നമ്മൾ അവരുടെ കൂടെ ഒരു ജേണിയാണ്. 2 പോലീസുകാരുടെ പെട്രോളിംഗ് ആണ്. അവർ രാത്രി പെട്രോളിങ് നടത്തില്ല, റോന്ത്, അതാണ് റോന്ത്. ഇങ്ങനെ അവരെ പോകുമ്പോൾ ഉണ്ടാവുന്ന കോളുകൾ വരുമ്പോൾ അവർ ഓരോ സ്ഥലങ്ങളിലേക്ക് പോണതും ലാസ്റ്റ് ഭയങ്കര ഒരു ട്രാജിക് എൻഡാണിത് മാത്രം. നമുക്കത് ഹോണ്ടിങ് ആണ് ആ പടം. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് 2 ദിവസത്തേക്ക് ഒരു മനസ്സിനൊരു വിങ്ങൽ പോലെ അതിനിങ്ങനെ അവസാനിപ്പിക്കേണ്ടിയിരുന്നോ എന്ന് തോന്നും. അങ്ങനെ നല്ല സിനിമയാണ് കേട്ടാ. ശരിക്കും ഭയങ്കര റിയലിസ്റ്റിക്. അത് ഒരു സിനിമയാണോ എന്ന് നമ്മൾ തോന്നില്ല. റിയലായിട്ട് നമ്മൾ 2 പോലീസുകാരെ കൂടെ നമ്മൾ യാത്ര ചെയ്യണ പോലെ തോന്നും. നല്ല സിനിമയാണ്. കണ്ടിട്ടാണ് ആള് മെസ്സേജ് ഇതിട്ടേക്കണേ. നമ്മളുടെ വീഡിയോ കണ്ടിട്ടാണ് നാളെ പോയി കണ്ടത്.
ശ്രീകല ഷാബു, പ്രയാഗമോൾക്ക് ജന്മദിനാശംസകൾ. നാടകം പൊളിച്ചു, എല്ലാവരും അവരവരുടെ കഥാപാത്രം സൂപ്പറാക്കി. ശശിയേട്ടനും പ്രേമേട്ടനും അനായാസമായി അഭിനയിച്ച പോലെ തോന്നി. റിഹേഴ്സൽ കണ്ടപ്പോൾ നാടകം മുഴുവനായിട്ട് ഇടൂ, എല്ലാവരും നല്ല പ്രതിഭകളാണ്. നാടകം മുഴുവനായിട്ട് ഇടാനായിട്ട് അതിന്റെ ശബ്ദല്ലേ നമുക്ക് അത് ശബ്ദം നമുക്ക് കേൾക്കില്ല. രണ്ടാമത്തെ കാര്യം, നമ്മൾ അതിലിടുന്ന മ്യൂസിക് കുറെ കോപ്പിറൈറ്റ്. ഇപ്പോൾ അതിലത്തെ 2-3 മ്യൂസിക് ഒക്കെ വന്ന ഭാഗങ്ങൾ ഞങ്ങൾക്ക് കട്ട് ചെയ്യേണ്ടി വന്നു. മ്യൂസിക് വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കോപ്പിറൈറ്റ് വന്നിട്ടേ. അപ്പോൾ അങ്ങനത്തെ പ്രശ്നമുണ്ട്. നാടകം ഇനിയുള്ളപ്പോൾ ഞങ്ങൾ മുന്നേ പറയാട്ടാ, കാണാൻ പറ്റാവുന്നവർ മറ്റേ ബ്ലാക്ക് ബോക്സിൽ വന്നിട്ട് കാണും. നടിഗൃഹത്തിൽ വന്നിട്ട് നാടകം കാണും അക്കാദമിയിൽ. ബട്ടർഫ്ലൈ മുഴുവൻ കാണിച്ചില്ലെങ്കിലും കണ്ട അത്രയും റിഹേഴ്സൽ ആൻഡ് നാടകം ഞാൻ ലയിച്ചിരുന്ന് കണ്ടു. സരിതയുടെ മ്യൂസിക്കും എല്ലാ അഭിനേതാക്കളുടെ പ്രകടനവും പിന്നെ നാടകവും ഒക്കെ അതിഗംഭീരം. അധോലോകത്തിൻ്റെ ഭാവി കലാപരിപാടികൾക്ക് എല്ലാ ഭാവുകങ്ങളും. ദെൻ ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ വിഷസ് ടു പ്രയാഗമോൾ. 6 lakh സബ്സ്ക്രൈബേഴ്സ് തികച്ച അജൂസ് വേൾഡിന് അഭിനന്ദനം. ഇനി എത്രയും പെട്ടെന്ന് 1 million സബ്സ്ക്രൈബേഴ്സ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ ഒരു 5 ദിവസം മുന്നേ പോസ്റ്റ് ചെയ്ത സരിതയുടെ ഈസി റെസിപ്പി വഴുതനയും കറി ഞാൻ മിനിഞ്ഞാന്നുണ്ടാക്കി. ചപ്പാത്തിയും പത്തിരിയും കൂട്ടി കഴിച്ചു. താങ്ക് യു ഫോർ പ്രൊവൈഡിങ് എൻ ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പി. സന്തോഷം. അടുത്ത് ഹെൽവിൻ, അജു ചേട്ടാ സരിതേച്ചി നമസ്കാരം. ഇന്നത്തെ വീഡിയോ അടിപൊളി. നിങ്ങളുടെ അധോലോകത്തിൻ്റെ കൂടിക്കാഴ്ച കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. സന്തോഷം. ഒരു പോസിറ്റീവ് വൈബ് കിട്ടും. അജു ചേട്ടാ കുഞ്ഞു ഉണ്ണികൾ ഉറങ്ങുന്ന പോലെ ഉറങ്ങുന്നത് കാണാൻ എന്താ ഭംഗി. നാടകത്തിൽ ചേട്ടൻ്റെ ക്യാരക്ടർ ഭയങ്കര സീരിയസ് റോളാണല്ലേ, എന്താ ഗൗരവം. പ്രേമേട്ടനും ശശിയേട്ടനും ജയന്തി ചേച്ചി എല്ലാവരും അടിപൊളി. ഞങ്ങൾ അവിടെ ഇരുന്ന് നിങ്ങളുടെ നാടകം കണ്ട പോലെ തോന്നി. നിതിൻ ശരിക്കും താഴെ പോയേനെ. ചേട്ടൻ കുഞ്ഞു ഉണ്ണികളുടെ പോലെ ഉറങ്ങുന്നു. എവിടെയെങ്കിലും ഒരു സ്ഥലം കണ്ട് ചേട്ടൻ ഇന്ന സ്ഥലം വേണം അങ്ങനെയൊന്നുമില്ല. നമുക്കൊക്കെ കംഫർട്ടബിൾ ആയിരിക്കില്ലല്ലോ അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ടൊക്കെ കിടന്ന് ഉറങ്ങാൻ. ഇവിടെ അതൊന്നും പ്രശ്നമല്ല. ചേട്ടൻ മാത്രമല്ല കേട്ടോ, നമ്മുടെ അല്ലും ചേട്ടനായാലും ഒക്കെ സജീവനൊക്കെ അങ്ങനെ തന്നെയാണ്. ഉറക്കം എല്ലാവർക്കും അമ്മയുടെ ഉറക്കം കിട്ടിയാണ്. നമ്മുടെ അമ്മ എവിടെയെങ്കിലും ഇരുന്ന് ഉറങ്ങും, കിടന്നുറങ്ങും. അങ്ങനെ ഉറങ്ങാനൊരു ബുദ്ധിമുട്ടില്ല. പ്രായമാവും തോറും ഉറക്കം കുറയില്ലേ, അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അമ്മയ്ക്ക് നല്ല ഉറക്കമായിരുന്നു. ആ സമയം അച്ഛന് ഉറക്കം കുറവായിരുന്നു. റിയാസ്, അജുവിൻ്റെ ഉറക്കം കാണുമ്പോൾ ചില കുടിയന്മാർ കുടിച്ച് പൂസായി നാടകം കാണാൻ വന്ന് സ്റ്റേജിന് മുമ്പിൽ കിടക്കുന്നത് പോലെയുണ്ട്. പണ്ട് കാലത്ത് അങ്ങനെ നാടകത്തിന്റെ മുന്നിലും ഗാനമേളയുടെ മുന്നിലൊക്കെ ഓരോരുത്തർ വന്ന് കിടക്കും കുടിച്ചിട്ട്. അയ്യോ, അജു ചില വീഡിയോയിൽ പറയാറുണ്ട്, ഇന്ന് എനിക്ക് നാടകത്തിന്റെ റിഹേഴ്സൽ ഉണ്ട്. ഇപ്പോഴെല്ലാം മനസ്സിലായത് ഇതാണ് റിഹേഴ്സലിന്. എല്ലാവരും ചായ കുടിച്ചിരിക്കുമ്പോൾ അജു, ഞാൻ ചായ കുടിക്കില്ല കേട്ടോ. ഇത് കേട്ട് കൂട്ടത്തിൽ ഒരാൾ, കുറേ വർഷമായോ നിർത്തിയിട്ട്. അജു, മിനിഞ്ഞാന്ന് നേരം കുടിച്ചു, ഇന്നലെയും ഇന്നും കുടിച്ചിട്ടില്ല, ഇന്ന് നാളെ മുതൽ കുടിക്കും. ചോദ്യം ചോദിച്ചയാൾ, പുല്ല് ഏത് നേരത്താണ് എനിക്ക് ചോദിക്കാൻ തോന്നിയത്. ഈ കമന്റ്, ഈ ചായ കുടിയുടെ കമന്റ് അവരൊക്കെ വായിച്ചിട്ട് ചിരിച്ചിരിച്ചിരിച്ച് പ്രേമനവരൊക്കെ. ഹരൺ എസ് നായർ, ആ കനി തിന്നരുത് എന്ന നാടകം കളിക്കുന്നതിന് മുന്നോടിയായി നാട്യഗൃഹത്തിന് മുന്നിലെ കൂറ്റൻ മാവ് കടപുഴകി വീണു. കനി തിന്നാൻ പാടില്ല. മാമ്പഴേ, അത് മാമ്പഴം എന്ത് രസമായിരുന്നു, വലിയ മാവായിരുന്നു. അത് ഇടിഞ്ഞു പൊളിഞ്ഞു വീണു കാറ്റത്ത്. ജയ സുരേഷ്, എൻ്റെ സരിതയെ സൂപ്പർ, നോ വേർഡ്സ്. എന്ത് രസമായിട്ട് ആണ് എല്ലാവരും ചെയ്യുന്നത്. നിങ്ങളുടെ കൂടെ കൂടാൻ കൊതിയാവുന്നു. അജുവും സരിതയും സൂപ്പർ. ദൈവം അനുഗ്രഹിക്കട്ടെ. സന്തോഷം. നമ്മുടെ നാടക റിഹേഴ്സൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ആളുകളുടെ ധാരണ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഈ കഠിനമായ പരിശീലന മുറകൾ, തല്ലി പഴിപ്പിക്കുക, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. കോൺസെൻട്രേഷൻ ക്യാമ്പ് പോലെ ഇരിക്കും. അയ്യോ നാടക റിഹേഴ്സൽ എന്ന് പറയുമ്പോൾ പേടിച്ചിട്ടൊക്കെ ചിലരെ ക്യാമ്പിലേക്കൊക്കെ ശശി ഇവരൊക്കെ പോവുക. പക്ഷേ നമ്മുടെ തിരിക്ക് വരാമെന്ന് പറഞ്ഞിട്ടില്ലേ, ഒരു ടൂർ വന്ന പോയാണ് ആഘോഷിക്കുക. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ അധോലോകത്തിലേക്ക് മെമ്പർ ആവാനും നമ്മുടെ നാടകത്തിലൊക്കെ അഭിനയിക്കാനൊക്കെ ഇഷ്ടമുള്ള എന്തോരം പേരുണ്ടെന്ന് അറിയോ അവിടെ. രാജലക്ഷ്മി പ്രേമചന്ദ്രൻ, ഒന്നും പറയാൻ വാക്കുകളില്ല, അടിപൊളി. ഇന്നത്തെ പിള്ളേർ പറയുന്ന പോലെ ഞാനും പറയാം. ഫുൾ നാടകം കാണാൻ മോഹം, പക്ഷേ ഞങ്ങൾ കേരളത്തിന് പുറത്താണല്ലോ, കഷ്ടമായിന്ന്. അടുത്തത് ആദർശ് പണിക്കർ, കൊള്ളാം, സൂപ്പർ. ആദ്യം പ്രയാകുട്ടിക്ക് ഐശ്വര്യം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. ഭഗവാന്റെ കൃപാകടാക്ഷം പ്രിയപ്പെട്ട കുട്ടിക്ക് എപ്പോഴും കൂടെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാടകം ഘനഗംഭീരം. അഭിനേതാക്കളെല്ലാം തന്നെ നമുക്ക് പരിചയമുള്ളവർ ആയതിനാൽ പേരുകൾ എടുത്ത് പറയുന്നില്ല. എല്ലാവരും തന്നെ മികച്ച അഭിനയ പാഠവും തീർത്തുകൊണ്ട് തങ്ങളുടെ കഥാപാത്രങ്ങളെ അനുയോജ്യമായി തന്നെ അവതരിപ്പിച്ചു. പ്രേക്ഷകരുടെ പ്രശംസ പിടിച്ചു പറ്റി. ഒരു തരത്തിലുമുള്ള ലാഭേച്ഛ കൂടാതെ അഭിനയത്തോട് കാണിക്കുന്ന ആദരവും സ്നേഹവും എല്ലായ്പ്പോഴും നിലനിൽക്കട്ടെ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. പൂച്ചെണ്ടുകൾ. വീഡിയോ മനോഹരം, ഉജ്ജ്വലം, പ്രൗഢം, ഹാപ്പി, സ്നേഹം, ഇഷ്ടം. അടുത്ത വർണ്ണ മനോഹര ചിത്രങ്ങൾക്കും പാട്ടിനുമായി കാത്തിരിക്കുന്നു. ശുഭപ്രതീക്ഷയോടെ സസ്നേഹം പണിക്കർ. സന്തോഷം. അടുത്തത് ജയ അശോക്, സരിത പ്രയാഗമോളുടെ ബർത്ത്ഡേ കുറച്ചുകൂടി കൂട്ടാമായിരുന്നു. പെട്ടെന്ന് തീർത്തപ്പോൾ സങ്കടമായി. അത് എടുത്തുണ്ടായിരുന്നു, പിന്നെ വിളിച്ചില്ല അവിടെ. അത് ഭംഗി
ഒരു പ്രത്യേക എന്തുട്ട് ചേട്ടാ കോടമ്പാക്കം ബിരിയാണി എന്തുട്ട് ബിരിയാണി തുന്തുരു ഉണ്ടാക്കിണ്ടായിരുന്നു അന്ന്. സുൽത്താൻ ബത്തേരി ബിരിയാണി മറ്റേ നമ്മുടെ ഈ ഒരു തമിഴ്നാട്ടിലത്തെ ഒരു സ്ഥലത്തിന്റെ പേര് പറഞ്ഞവൻ. അവിടത്തെ ബിരിയാണി എന്ന് പറഞ്ഞു ഭയങ്കര സിമ്പിൾ, എല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ട് വേവിക്കുക. അത് ഏതാണ്ട് നമ്മുടെ റാവുത്തർ ബിരിയാണി പോലെ. അപ്പോൾ ആ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നതൊക്കെ. പിന്നെ അത് ഞങ്ങൾ കഴിക്കണതും അതിനെ കുറിച്ച് പറയണതൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് നേരമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മാത്രമല്ല നമ്മുടെ വീഡിയോ അല്ലാണ്ട് 49 മിനിറ്റ് ഉണ്ട്. നാടകം സൂപ്പർ. ജയന്തി നാടകത്തിന്റെ അഭിനയം കണ്ടിട്ട് ശ്വാസം പിടിച്ച് ഇരുന്ന് പോയി. ജയന്തി ചേച്ചിയുടെ അഭിനയം കണ്ട്, ജയന്തി മാഡത്തിന്റെ അഭിനയം കണ്ടിട്ടെന്ന്. കഥാപാത്രമായി ജയന്തി മാഡം ജീവിക്കുകയായിരുന്നു. പ്രേമേട്ടൻ സൂപ്പർ. അജു നന്നായി ഉറങ്ങിയല്ലോ. എല്ലാവർക്കും സ്നേഹം. ശരിക്കും ജയന്തി ചേച്ചിയില്ലേ, ജയന്തി ചേച്ചിയൊന്നും ഇതൊന്നും ഫീൽഡിലേ ഇല്ലാത്ത ആളാ. ഗിരീഷ് ഏട്ടല്ലേ ജയന്തി ചേച്ചിയുടെ ഹസ്ബൻഡിനെ അന്ന് കാണിച്ചു തന്നില്ലേ, ആളാണ് നാടക ഇതിലുള്ളത്. നാടകങ്ങൾ കുറേ ആളെ എഴുതിയിട്ടുണ്ട്, കുറെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, ബുക്കുകൾ, നാടകങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട്, നാടക നിരൂപണങ്ങൾ നടത്തും. അപ്പൊ ആളുടെ ഈ നാടകം എന്ന് പറഞ്ഞിട്ടുള്ള നടത്തം കണ്ടിട്ട് ജയന്തി ചേച്ചി അലമ്പുണ്ടാക്കും വീട്ടില്. ഈ നാടക നടിമാരെയും ബൈക്കിന്റെ പിന്നിൽ ഇരുത്തിയിട്ട് ദേവിടിക്ക് എന്തുട്ടി ഈ നാടകം എന്ന് പറഞ്ഞ് നിങ്ങൾ എവിടേക്കാ പോണെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ നാടകം എന്താണ് എന്ന് നീ ഒന്ന് മനസ്സിലാക്കുന്ന പറഞ്ഞിട്ട് അതെ വീട്ടമ്മയല്ല ഇതിനൊന്നും കുറിച്ച് പുറം ലോകമായിട്ട് വേറെ യാതൊരു ബന്ധമില്ല ആൾക്ക്, ആളുകളോട് അധികം സംസാരിക്കുക അങ്ങനെയൊന്നുമില്ല. അവിടെ കൊണ്ടാക്കിയ അക്കാദമിയിൽ ഇപ്പൊ എന്തായി ഈ ഗിരീഷേട്ട പെട്ടു. ജയന്തി ചേച്ചിന് ഇപ്പൊ വീട്ടിലേക്ക് കിട്ടണില്ല. ജയന്തി ചേച്ചിയാണെങ്കിൽ ഇപ്പൊ നാടകം എന്ന് പറഞ്ഞ ഒരുമാതിരി ലഹരിയായി മാറി. എങ്ങനെ എത്ര കഴിവ് ഉറങ്ങിക്കിടക്കണ്ടായിരുന്നു. ഇത്ര കഴിവുള്ള ആളായിരുന്നു ഇത്ര നാളും വീട്ടില് അടച്ചിടപ്പെട്ടത്. ശ്രീലേഖ CV. റിഹേഴ്സൽ കണ്ടപ്പോൾ അജുവേട്ടൻ എല്ലാം തെറ്റിക്കുമോ എന്ന് തോന്നി, പക്ഷെ സ്റ്റേജിൽ കുഴപ്പമില്ലാതെ അഭിനയിച്ചു. ജയന്തി ചേച്ചി ഒരു രക്ഷയില്ല, ഏത് വേഷവും ഗംഭീരമാക്കുന്നുണ്ട്. ശശിയേട്ടനും ഭാർഗവിയും നന്നായിട്ടുണ്ട്. ഭാർഗവിന്ന് സ്നേഹലിജി എന്നാട്ട പേര്. മുഴുവനും കാണാൻ തോന്നി. സരിതയുടെ മ്യൂസിക് നന്നായിരുന്നു. പിന്നെ അജുവേട്ടൻ്റെ കോസ്റ്റ്യൂം അടിപൊളിയായിട്ടുണ്ട്. ഡെപ്യൂട്ടി കളക്ടറുടെ ലുക്ക് പൊളിച്ചു. ഈ വേഷം, ഈ സൗഹൃദം നിങ്ങൾ ഒരുപാട് ഉയരങ്ങളിൽ എത്തിക്കട്ടെ. അടുത്തത് ശ്രീജ. നാടകം സൂപ്പർ, ലൈവായിട്ട് കാണുന്ന പോലെ തോന്നി. എല്ലാവരും സൂപ്പർ ആക്ടിങ്. ദാമോദരൻ്റെ ക്യാരക്ടർ വഷളനായി, നല്ല അഭിനയം. അജു എക്സിക്യൂട്ടീവ് ലുക്ക് സൂപ്പർ. ഇന്നത്തെ വീഡിയോ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അടുത്ത് ജിഷ വിനോദ്. സൂപ്പർ നാടകം. നാടകം മുഴുവനില്ലെങ്കിലും ഞാൻ അതിൽ ലയിച്ചു പോയി. അതിനൊരു കാരണം സരിതയുടെ മ്യൂസിക് ആണെന്ന് എനിക്ക് തോന്നുന്നു. നാടകം കാണി തന്നതിൽ സന്തോഷം. അങ്ങനെയൊന്നല്ല, അത് നല്ല നാടകമാണ്. പ്രിൻസിദാസ്. ചായ കഴിച്ച് തിരിച്ചു വരുമ്പോൾ പ്രേമേട്ടൻ്റെ കയ്യിൽ വെള്ളം കുപ്പി കാണാനില്ലല്ലോ, അത് മറന്നു വെച്ചോ കടയിൽ? അത് ശ്രീരാമിൻ്റെ കയ്യിലുണ്ടായിരുന്നു. കുപ്പിയിൽ വെള്ളം നിറച്ചിട്ട് ശ്രീരാം അതും കൊണ്ട് പോന്നു എന്നാണ് തോന്നണേ. പിന്നെ തമ്പിനയിൽ അടുത്തത് ഷെഫീഖ് BK. തമ്പിനയിൽ ഇടയ്ക്ക് മാറ്റുന്ന അത്ര നല്ലതല്ല കേട്ടോ. വീണ്ടും ഒരു വീഡിയോ വന്നു എന്ന് വേണ്ടാത്തൊരു പ്രതീക്ഷ തരരുത്. അതെന്താ വെച്ചാൽ നമ്മൾ വീഡിയോ അധികം പേര് കാണാണ്ടാവുമ്പോഴേ തമ്പിനയിലൊന്ന് മാറ്റും. നല്ല വീഡിയോ ആണ്. അപ്പൊ നമുക്ക് തമ്പനയിൽ നമ്മൾ ഫസ്റ്റ് ഇട്ടത് നമുക്ക് അത്ര ഒരു അട്രാക്ഷൻ തോന്നിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ മാറ്റുന്നതാണ്. അത് നമ്മളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ വീഡിയോ ആളുകളിലേക്ക് കൂടുതലേക്ക് എത്ര നല്ലൊരു ആഗ്രഹം കൊണ്ട് നമ്മൾ ചെയ്യുന്നതാണ് കേട്ടോ. അനുരഞ്ജ് അനു. നാടകം നന്നായിട്ടുണ്ട്. അധോലോകത്തിന്റെ ടീം വർക്ക് ഗംഭീരം. ജയന്തി ചേച്ചിയുടെ അഭിനയം തകർത്തു. പിന്നെ അജുവേട്ടൻ ചെയ്ത ക്യാരക്ടർ കുറച്ച് ഭാഗം മാത്രം ഉണ്ടായിരുന്നുള്ളൂ, എങ്കിലും നന്നായി. റിഹേഴ്സൽ ഭാഗം കാണിച്ചപ്പോൾ അജുവേട്ടൻ വെറുതെ ഡയലോഗ് ചിരിച്ചുകൊണ്ട് ചെയ്തു. എന്നാൽ നാടകവേദിയിലെത്തിയതും അജുവേട്ടൻ ക്യാരക്ടറായി മാറി. അതാണ് ഒരു യഥാർത്ഥ കലാകാരൻ്റെ കഴിവ്. നാടകവേദിയിൽ നിന്നും ബിഗ് സ്ക്രീനിൽ അജുവേട്ടൻ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരു എഡിറ്റിംഗ്. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ് ഉടനെ യൂട്യൂബിൽ കിടക്കുന്നു നിങ്ങളുടെ ഇൻ്റർവ്യൂ. ഒന്നും നോക്കിയില്ല, അത് കണ്ടു. അപ്പോഴാണ് സരിത ചേച്ചിയുടെ കമൻറ്റ്, അജുവേട്ടന് സിനിമയിൽ അഭിനയിക്കാൻ അറിയില്ല എന്ന്. വളർന്നു വരുന്ന ഒരു പാവം കലാകാരനെ തളർത്തരുത്, പ്രോത്സാഹിപ്പിക്കുക. അജുവേട്ടനിൽ അഭിനയ മോഹത്തിന് തുടക്കം സുരേഷ് ഗോപി സാറിൻ്റെ വാക്കുകളാണെന്ന് അറിഞ്ഞപ്പോൾ സന്തോഷം തോന്നി. നിങ്ങളുടെ ജീവിതം മാറ്റിമറിച്ചത് കോടീശ്വരനിൽ എന്ന പ്രോഗ്രാമും സുരേഷ് ഗോപി സാറുമാണ്. അഭിനയ മോഹം ഇപ്പോൾ അധോലോകം വരെ എത്തി നിൽക്കുന്നു. ഇൻ്റർവ്യൂ അടിപൊളി. ചേട്ടന് സിനിമയിൽ അഭിനയിക്കാൻ അറിയില്ല എന്ന് ഞാൻ പറഞ്ഞത് എപ്പോഴാണെന്നറിയോ? ആ കാലത്ത് 2013 അതായത് ഈ കോടീശ്വരനിൽ പങ്കെടുത്ത് കഴിഞ്ഞിട്ട് സുരേഷ് ഗോപി സാർ പറഞ്ഞല്ലോ അഭിനയിക്കാൻ ഭയങ്കര ഭാവിയുണ്ട്, ഇന്നസെന്റിന്റെ പിൻഗാമി അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ചേട്ടൻ സിനിമയിൽ നേരെ അഭിനയിക്കാൻ പോയി. അപ്പം ചെന്നപ്പോൾ എന്താണെന്ന് വെച്ചാൽ അഭിനയിക്കാനൊന്നും പറ്റണില്ല. അപ്പം ഞാൻ പറയുന്നുണ്ട് ചേട്ടനോട് പറ്റണ പണിയല്ലത് അന്ന്. ഇപ്പം ഞാൻ പറയില്ല. ഇപ്പം ചേട്ടനൊരു ക്യാരക്ടർ വന്ന് ഒരു വേഷം വന്നാൽ ഞാൻ ധൈര്യമായിട്ട് പോക്കോ, ചേട്ടന് പറ്റും എന്നെ പറയുള്ളൂ. പിന്നെ നമ്മുടെ വഴിത്തിരിവുണ്ടായത് ഈ ഒരൊറ്റ ചോദ്യം തന്നെ. ഈ ഒരൊറ്റ ചോദ്യം മാത്രം മതി നിങ്ങളുടെ ജീവിതം മാറി മറിയാൻ. അത് ഇതില് നമ്മുടെ കരിയണ മണം വരുന്നത് അല്ലേ? അടുപ്പം വെച്ചിട്ട് ആരോ പോയി കരിഞ്ഞ മണം വരുന്നത് നമ്മുടെ അടുപ്പമല്ലോ. അപ്പൊ അത് ആ ചോദ്യം വേണം നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചത് അല്ലേ? ഇവിടെ കോടീശ്വരനിൽ പങ്കെടുത്തത് തീർച്ചയായിട്ടും
കൊടീശ്വറിൽ പങ്കെടുത്തു. അപ്പോൾ സിനിമാമോഹം വന്നു, സിനിമയിൽ അഭിനയിക്കാൻ പോയി. അപ്പോൾ സിനിമയിൽ അഭിനയിക്കാനൊന്നും പറ്റണില്ല. അപ്പോൾ അഭിനയിക്കാനായിട്ട് അറിയണമെങ്കിൽ നാടകം പഠിക്കണം, അഭിനയം പഠിക്കണം എന്ന് പറഞ്ഞിട്ട് അക്കാദമിയിൽ പോയി. അവിടെ പോയപ്പോൾ ആളുകൾ അഭിമുഖീകരിക്കാനും ഇങ്ങനെയൊന്നും ഇത് അവതരിപ്പിക്കാനൊക്കെയുള്ള പേടി പോയി. ആ സമയത്താണ് മറ്റേ സർഗംകാർ ചേട്ടനെ കൊണ്ട് യൂട്യൂബിൽ പാചക വീഡിയോ ഇടാൻ വന്നേ. അപ്പോൾ ചേട്ടനത് നന്നായിട്ട് അവതരിപ്പിക്കാൻ പറ്റി, ഈ നാടകത്തിലൊക്കെ ചെയ്തിട്ടുള്ള എൻ്റെ ഒരു ഇത് കാരണം. അപ്പോൾ അത് ചെയ്തപ്പോൾ നമുക്ക് എന്തുകൊണ്ട് അപ്പോൾ ഒരു ചാനൽ തുടങ്ങിക്കൂടാ? ഇതുപോലൊരു നമ്മൾ അവരെ പോലെ പ്രൊഫഷണലായിട്ട് അവരും 4-5 പേരെ കൂടിയിട്ട് വന്നു. ഒരു ഡയറക്ടറും അസിസ്റ്റൻറ്റ് ഡയറക്ടർ, ക്യാമറാമാൻ, വലിയ ക്യാമറ, ലൈറ്റിങ്ങും ഭയങ്കര സംഭവമായിട്ട്. നമ്മളതൊന്നും ചെയ്തില്ല. നമ്മുടെ കയ്യിലത്തെ മൊബൈൽ, നമ്മുടെ കയ്യിൽ ആ സമയത്ത് ഉണ്ടായിരുന്ന മൊബൈൽ, പുതിയ മൊബൈൽ ഫോൺ പോലും വാങ്ങിച്ചില്ല. മൊബൈലിൽ തന്നെ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് നമ്മൾ ചാനൽ തുടങ്ങി. അങ്ങനെ ഇവിടെ വരെ എത്തി. അപ്പോൾ ആ ഒരൊറ്റ ചോദ്യമാണ് നമ്മുടെ മാറ്റം വരുത്തിയത്. അത് കോടീശ്വറിൽ പങ്കെടുത്തില്ലായിരുന്നെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പോയി തന്നെ. അടുത്തത് വർഗീസ്. എൻ്റെ ദൈവമേ, ഇതൊക്കെ കാണാതെ പഠിക്കണ്ടേ? എല്ലാവരും സമ്മതിച്ചു, ഒത്തിരി ഇഷ്ടം. അതന്നെ ഈ ഡയലോഗ് കാണാണ്ട് പഠിക്കണത് സമ്മതിക്കണം കേട്ടാ. നിഷ സജീവ്. നല്ല നാടകം. ഇതിനു മുമ്പ് ഒരു എപ്പിസോഡിൽ ഇതിന്റെ റിഹേഴ്സൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഓ, അത് നമ്മുടെ വീട്ടിൽ റിഹേഴ്സൽ ചെയ്താണ്. അന്ന് പക്ഷെ അന്ന് ശരിക്ക് അധികം കാണിക്കാൻ പറ്റില്ല. അന്ന് സാൻഡ്വിച്ചാണ് കളിച്ചിരുന്നത്. വർഗീസ്, അതായത് ശോഭന ചേച്ചിയാണ് കേട്ടോ. ഒരു കമന്റ് കൂടിയിട്ടുണ്ട്. സരിതക്കുട്ടിയുടെ അച്ഛൻ ഇന്ന് കണ്ടപ്പോൾ അജു ചേട്ടൻ്റെ ചേട്ടന്മാരെ പോലെ തോന്നി. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ? ഇനി വീഡിയോ കാണട്ടെ. അതെൻ്റെ അച്ഛനെ കണ്ടപ്പോൾ ചേട്ടനെ പോലെ തോന്നി. അടുത്തത് ജിലു സിബി. ഈ എപ്പിസോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു. ഒത്തിരി സന്തോഷം അജു, സരിത, നിങ്ങളുടെ പ്രേക്ഷകരെ പ്രൗഡാക്കി. പിന്നെ ഒരു പ്രവാസി. സുഖനിദ്രയിൽ നിന്ന് ചാടി എണീറ്റ് വില്ലൻ കഥാപാത്രം അടിപൊളിയായി ചെയ്ത അജുവേട്ടനാണ് ഇന്നത്തെ താരം. വാലി ലൈഫ്. ഫ്രണ്ട് ഡിസ്പ്ലേ ഉള്ള ക്യാമറ വാങ്ങൂ. അപ്പോൾ നിതിന് ഇങ്ങനെ പിന്നിലേക്ക് ഒരുപാട് നടക്കാതെ വീഡിയോ എടുത്തുകൂടെ? ഇതിപ്പോൾ സെക്കൻഡ് ടൈമാണ്, ജസ്റ്റ് മിസ്. അതെങ്ങനെയാ? അങ്ങനെയായാലും ബാക്കിലേക്ക് തന്നെ നടക്കേണ്ടി വരില്ലേ? നമ്മൾ നടന്നുകൊണ്ട് വീഡിയോ എടുക്കുമ്പോൾ അവൻ ഫ്രണ്ടിൽ വീഡിയോ എടുത്ത് പോവല്ലേ, അപ്പം അവൻ ബാക്കിലേക്ക് തന്നെ നടക്കേണ്ടി വരില്ലേ? അത് ഇനി ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ പിന്നിലേക്ക് നോക്കിയിട്ട് നമ്മൾ പിന്നിലേക്ക് നോക്കി ആദ്യം നിർത്തിയിട്ട് പിന്നെ തുടങ്ങാം. വല്ല കുഴപ്പങ്ങളൊക്കെ പുതിയ സ്ഥലമാകുമ്പോൾ, ഇവിടേക്ക് ആകുമ്പോൾ നമുക്ക് അറിയാം, സ്ഥലമാകുമ്പോൾ ശ്രദ്ധിക്കണം. നളിനി സുരേന്ദ്രൻ. നാടകം സൂപ്പർ. പ്രയാകുട്ടിക്ക് ബർത്ത്ഡേക്ക് കേക്ക് കട്ട് ചെയ്യുമ്പോൾ വിളക്ക് അണയ്ക്കാതെ ചെയ്തത് ശരിയായി. ഒരിക്കലും പ്രകാശത്തെ കെടുത്തരുത്. സദ്യ ഉണ്ടാക്കി വിളക്ക് മാറ്റണം എന്നാണ് പണ്ടുള്ളവർ പറയുക. അത് ശരിയാ, നമ്മൾ നിലവിളക്കൊക്കെ കത്തിച്ചിട്ട് ചെയ്യും. പക്ഷെ ഈ വെസ്റ്റേൺ രീതിയാണല്ലോ കേക്ക്. അടുത്ത വീണ ഹർഷൻ. നാടകം സൂപ്പർ. അഭിനേതാക്കളും മണിയറ പ്രവർത്തകരും തകർത്തു. കുറേ നാളായി ഒരു നാടകം കണ്ടിട്ട്, സൂപ്പർ. അടുത്തത് തോമസ് മംഗലം. റിഹേഴ്സൽ നടക്കുന്ന സമയത്ത് ഒരാൾ കിടക്കുന്നത് കണ്ടപ്പോൾ വിചാരിച്ചു, അല്ല ഏത് ഭാഗത്തായിരിക്കും ഈ ഉണ്ണിക്കുള്ള റോൾ വരിക എന്ന്. ഒരു താപ്പ് കിട്ടിയാൽ എവിടെയാണെന്നൊന്നും ഒരു നോട്ടവും ഇല്ല. കുംഭകർണ സേവ തന്നെ. ഉറങ്ങേണ്ട സമയത്ത് ഉറക്കമില്ല അല്ലേ മല്ലയ്യ? ഉറങ്ങേണ്ട സമയത്ത് രാത്രി നല്ല ഉറക്കം ഉറങ്ങും, പകലും ഉറങ്ങും. ഗീതാ കൃഷ്ണൻകുട്ടി. 1974 ഞങ്ങളുടെ വീടിനടുത്ത് ഒരു നാടകം അവതരിപ്പിച്ചു, കറുത്ത വെളിച്ചം. അന്ന് ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. റിഹേഴ്സലൊക്കെ ഞങ്ങളുടെ വീട്ടിലായിരുന്നു. ഇത് കണ്ടപ്പോൾ അന്നത്തെ കാലം ഓർമ്മിച്ചു. എൻ്റെ കുഞ്ഞച്ചൻ നായകൻ, കാർളം, അവിടെ എൻ്റെ സ്വന്തം വീട്. ഇത്രയും കണ്ടപ്പോൾ നേരിട്ട് മുഴുവൻ കാണാൻ തോന്നി. നന്നായി എല്ലാവരും അവതരിപ്പിച്ചു. നിതിനെ ക്യാമറ കൈകാര്യം ചെയ്യുമ്പോൾ സ്വന്തം ശരീരം കൂടി ശ്രദ്ധിക്കണം. ഇത് 2ാം തവണയല്ലേ വിടാൻ പോകുന്നത്. എല്ലാവർക്കും നല്ലത് വരട്ടെ, ഇനിയും നല്ല നാടകങ്ങൾ ഉണ്ടാകട്ടെ. അത് ചിരിക്കാതെ നന്നായി അഭിനയിച്ചു, അഭിനന്ദനങ്ങൾ. സന്തോഷം. മീന സതീഷ്. നാടകവുമായി ഒരു ബന്ധമില്ല, ഇതുവരെ ഒരു നാടകവും കണ്ടിട്ടുമില്ല. പക്ഷേ ഈ റിഹേഴ്സൽ വളരെ ഇഷ്ടമായി. കുടിച്ച് ഓടയിൽ കിടക്കുന്ന എന്ന ഡയലോഗ് പറയുമ്പോൾ അജു കിടന്നുറങ്ങുന്നത് കാണിച്ച നിതിന് അഭിനന്ദനങ്ങൾ. അങ്ങനെയല്ലേ ആ ഡയലോഗിന്റെ സമയത്ത്. അടുത്തത് ശ്രീരഞ്ജിനി. അടുത്തെങ്ങാനായിരുന്നെങ്കിൽ ഈ കൂട്ടായ്മയിൽ ചേർന്നേനെ. നാടക റിഹേഴ്സലും നാടകം കണ്ടപ്പോൾ നിങ്ങളുടെ അധോലോകത്തിൽ ഒരു മെമ്പർ ആവാൻ കൊതിക്കുന്നു. അജുവും ജയന്തിയുടെ ഒക്കെ പോലെ നല്ല അഭിനേതാവ് തന്നെ. സരിത മ്യൂസിക് സൂപ്പർ, പാട്ട് പോലെ തന്നെ. എന്നെങ്കിലും നിങ്ങളെല്ലാവരെയും ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ. അടുത്തത് ഷോബി കെ ആന്റണി. കഴിഞ്ഞ 7.5 വർഷമായി ജീവിതം വീൽ ചെയറിലേക്ക് മാറിയതിന് ശേഷം കണ്ട നാടകം. പ്രൊഫഷണൽ നാടകത്തിനെ കടത്തിവെട്ടുന്ന അഭിനയ മികവ്. അണിയറ പ്രവർത്തകർക്ക് അഭിനന്ദനങ്ങൾ. എന്ത് പറ്റിയതാണാവോ? വല്ല ആക്സിഡൻറ്റോ വല്ലതും പറ്റിയതാണാവോ? അത് വായിച്ചപ്പോൾ ഒരു വിഷമം. RDS വേൾഡ്. പ്രേമേട്ടൻ, ജയന്തി, ചേട്ടൻ, സരിത എക്സെട്ര എല്ലാവരോടും സ്നേഹം. നാട്യഗൃഹം, ലൈബ്രറി, ക്യാൻറ്റീൻ, അക്കാദമി മൊത്തം കാണുമ്പോൾ ഒരുപാട് ഓർമ്മകൾ, ഒരുപാട് ഇഷ്ടം. രാധാമണി EV. അജു, സരിത ഗുഡ് മോർണിംഗ്. പ്രയാഗമോൾക്ക് 1000 പിറന്നാൾ ആശംസകൾ. സരിതയുടെ കരച്ചിൽ കേട്ടപ്പോൾ എനിക്ക് തോന്നി നിതിന് എന്തെങ്കിലും പറ്റിയോന്ന്. നെഞ്ചു പൊട്ടിപ്പോയി, പാവം മോൻ. വീഴാഞ്ഞത് ഭാഗ്യം. ശ്രദ്ധിക്കേണ്ടേ? ഇന്നത്തെ വീഡിയോ, നാടകം എല്ലാം അടിപൊളിയായി, സൂപ്പർ. അടുത്തത് ഒരു പ്രവാസി.
അജുവേട്ടൻ സരിതേച്ചി നമസ്കാരം. ഞാൻ അവസാനമായി കണ്ട നാടകം മാക്കാപ്പൊതിയാണ്. മാക്കാപ്പോതി 2000 മുന്നേ ആണെന്ന് തോന്നുന്നു, ഞങ്ങളുടെ അമ്പലത്തിലെ ഉത്സവത്തിന്. പിന്നെ കണ്ടിട്ടില്ല. ഇതൊക്കെ കാണുമ്പോൾ കൊതിയാവുന്നു. അടുത്തത് സജിമോൾ. പണ്ട് അമ്പലത്തിൽ വെച്ചാണ് നാടകം കണ്ടിട്ടുള്ളത്. ഇന്ന് അതേ കാലത്തിലേക്ക് പോയി. എല്ലാവരും സൂപ്പർ. അവർ ഡയലോഗ് പറയുമ്പോൾ എനിക്കായിരുന്നു ടെൻഷൻ, തെറ്റുമോ എന്ന്. എത്ര കളിച്ച് ചിരിച്ച് ഇരുന്നാലും എത്ര പെട്ടെന്നാണ് അവർ ക്യാരക്ടർ ആകുന്നത്. അത്ഭുതം തന്നെ. ഞാൻ തൃശ്ശൂരിലാണ്, അതുകൊണ്ട് തന്നെ ഈ അത്ഭുതങ്ങളെ എവിടെ വെച്ചെങ്കിലും കാണും. ജയന്തി ചേച്ചി, പ്രേമേട്ടൻ സൂപ്പർ. അതുവരെ ഉറങ്ങിക്കിടന്ന അജുവേട്ടൻ സരസ്വതി എന്ന് പറഞ്ഞപ്പോൾ ചിരിച്ചുപോയി. റിഹേഴ്സൽ കണ്ടപ്പോൾ അജു ചേട്ടൻ്റെ അഭിനയം അത്ര പോരാൻ തോന്നി. ബട്ട് തട്ടിൽ കയറിയപ്പോൾ അജു ചേട്ടൻ പൊരിച്ചു. അടിപൊളിയായി അഭിനയിച്ചു. നമ്മൾ റിഹേഴ്സല് നമ്മൾ കിടന്ന് ഉറങ്ങി. പിന്നെ ആ ഉറക്കപ്പിച്ചലിന് എനിക്ക് വന്നിട്ട് ഇത് ചെയ്ത് ഫസ്റ്റ് റിഹേഴ്സലാണത് നമ്മുടെ. ഫസ്റ്റ് റിഹേഴ്സൽ ആയിരുന്നത്. മോളുടെ പേരൊന്നും സ്വന്തം മോളുടെ പേരൊക്കെ മറന്നുപോയി. വെറും ഒരു റിഹേഴ്സൽ കൂടി മാത്രമേ നമ്മൾ ചെയ്തുള്ളൂ. രണ്ട് റിഹേഴ്സൽ ഞാൻ ചെയ്തുള്ളൂ. എന്നിട്ടാണ് മെയിനായിട്ട് സ്റ്റേജിൽ കയറിയത്. അപ്പോൾ മഴ വരണ്ട് നിർത്താം നമുക്ക്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.